எங்களுக்குள்ளே வாசம் செய்யும் ஆவியானவரே, இந்நாளில் சித்தம் போல் நடத்தி செல்லுமையா. எங்களுக்குள்ளே வாசம் செய்யும் ஆவியானவரே, இந்நாளில் சித்தம் போல் நடத்தி செல்லுமையா. ஆவியானவரே, ஆவியானவரே, பரிசுத்த ஆவியானவரே, ஆவியானவரே, அன்பின் ஆவியானவரே, பரிசுத்த ஆவியானவரே, ஆவியானவரே, அன்பின் ஆவியானவரே, பரிசுத்த ஆவியானவரே, ஆவியானவரே, அன்பின் ஆவியானவரே, பரிசுத்த ஆவியானவரே. எங்கு செல்ல வேண்டும், என்ன செல்ல வேண்டும், வழி நடத்தும் ஆவியானவரே. எங்கு செல்ல வேண்டும், என்ன சொல்ல வேண்டும், வழி நடத்தும் ஆவியானவரே. உயிர்ப்பம் இல்லாத இடங்களுக்கு செல்லாமல் தடுத்து நிறுத்தும் ஆவியானவரே. உயிர்ப்பம் இல்லாத இடங்களுக்கு செல்லாமல் தடுத்து நிறுத்தும் ஆவியானவரே. ஆவியானவரே, ஆவியானவரே, பரிசுத்த ஆவியானவரே, ஆவியானவரே, அன்பின் ஆவியானவரே, பரிசுத்த ஆவியானவரே, ஆவியானவரே, அன்பின் ஆவியானவரே, பரிசுத்த ஆவியானவரே, ஆவியானவரே, அன்பின் ஆவியானவரே, பரிசுத்த ആവിയാനവരേ. നമുക്ക് വേദപുസ്തകം ധ്യാനിക്കുമ്പോൾ ഒരുപാട് പേർ ദൈവത്തിൽ ആശ്രയിച്ച ഒരുപാട് പേരെ കുറിച്ച് വേദപുസ്തകത്തിൽ നമുക്ക് ധ്യാനിക്കാൻ കഴിയും. ആദ്യത്തെ മെസ്സേജിൽ നമ്മൾ കേട്ടത് ദൈവത്തിൽ ആശ്രയിച്ച മക്കളെക്കുറിച്ചായിരുന്നു. ദൈവത്തിൽ ആശ്രയിച്ച ഓരോ വ്യക്തികളെയും കുറിച്ചും അവരുടെ ആശ്രയങ്ങളെക്കുറിച്ചുമായിരുന്നു സ്തോത്രം തൊട്ട് മുമ്പ് വരെ നമ്മൾ കേട്ട വചനം. സ്തോത്രം. ഇന്ന് അനേകർ ദൈവത്തിൽ ആശ്രയിക്കുന്നവരുണ്ട്, മനുഷ്യരിൽ ആശ്രയിക്കുന്നവരുണ്ട്, ലോകത്തിൻ്റെ ചില കാര്യങ്ങളിൽ ആശ്രയിക്കുന്നവരുണ്ട്, മാനുഷികമായ വാക്കുകളിൽ ആശ്രയിക്കുന്നവരുണ്ട്, വ്യത്യസ്തമായ നിലവാരങ്ങളിൽ ആശ്രയിക്കുന്ന അനേകരിന്നുണ്ട്. എന്നാൽ ഞാൻ ഇന്ന് പകൽക്കാലം പറയട്ടെ, സ്തോത്രം, വ്യത്യസ്തമായ ഒന്നിനുമല്ല നമ്മൾ ആശ്രയിക്കേണ്ടത്. പിന്നെ ആരിൽ ആശ്രയിക്കണം? ദൈവത്തിൽ മാത്രം. ഹല്ലേലൂയ. ഒരു ദൈവത്തിൻ്റെ പൈതലിനെ ആശ്രയിക്കാൻ ഒരു യാഗുണ്ട്, അത് മാറാത്ത യാഗ്. ആശ്രയിക്കാൻ ഒരു ദൈവമുണ്ട്, അത് മാറാത്ത ദൈവം. ആ ദൈവത്തിൽ ആരെല്ലാം ആശ്രയിച്ചിട്ടുണ്ടോ അവരാരെയും ദൈവം തള്ളിക്കളഞ്ഞിട്ടില്ല. ആ ദൈവത്തിൻ്റെ മുമ്പിൽ ആരെല്ലാം വീണിട്ടുണ്ടോ അവരാരും നശിച്ചും പോയില്ല, അവരാരും തള്ളപ്പെട്ടുമില്ല, അവരാരും തകർന്നുമില്ല, അവരാരും വീഴാനും ദൈവം അനുവദിച്ചില്ല, അവരാരും തകർന്നു പോകാനും ദൈവം വിട്ടില്ല, അവർ ലജ്ജിക്കാനും ദൈവം വിട്ടില്ല, അവർ നശിച്ചു പോകാനും ദൈവം വിട്ടില്ല. പിന്നെയോ ദൈവത്തിൽ ആശ്രയിച്ച മക്കളെ ദൈവം എന്ത് ചെയ്തു? രക്ഷിച്ചു. ഹല്ലേലൂയ. ദൈവത്തിൽ ആശ്രയിച്ച മക്കളെ ദൈവം രക്ഷിച്ചു. ആശ്രയം ദൈവത്തിലാണെങ്കിൽ ഈ ആശ്രയിക്കുന്ന മക്കളെ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ദൈവം കൈവിടത്തില്ല. ഇന്ന് നമ്മൾ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ എങ്ങോട്ട് ഓടണമെന്ന് അറിഞ്ഞുകൂടാ. ആശ്രയം മനുഷ്യരിലോട്ട് പോകും. ദൈവത്തിൽ ആശ്രയിക്കേണ്ടതിന് പകരം പ്രശ്നം വരുമ്പോൾ ഇന്ന് അനേകർ പള്ളി പോകുന്നവർ പോലും ടക്കനെ മനുഷ്യനിൽ ആശ്രയിക്കും. ബലഹീനത ജീവിതത്തിനകത്ത് വരുമ്പോൾ നിങ്ങൾ കുറിച്ച് വെച്ചോളണം. ഇപ്പോൾ ഈ വരികളൊക്കെ ഹൃദയത്തിനകത്ത്, നമ്മുടെ ജീവിതത്തിനകത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അനേകർ നിങ്ങളുടെ അടുക്കൽ വന്നിട്ട് ആ പ്രശ്നത്തിനകത്ത് വന്നിട്ട് നിങ്ങളെ പതുക്കെ അവരിലേക്ക് ആശ്രയിപ്പിക്കാൻ പല വാക്കുകളും കൊണ്ടിടും.
പ്രാർത്ഥനയുടെ പേര് പറഞ്ഞ് തന്നെ നിങ്ങൾക്ക് പ്രശ്നം വരുമ്പോൾ നിങ്ങൾ കുറിച്ചിട്ടോ ഇത് അന്ത്യനാഴികയാണ്. ഈ കാലം നമുക്കറിയാം. ഇപ്പം നടക്കുന്ന ഇന്ന് വരെയും നമ്മൾ കേൾക്കാത്തതും, ഞാൻ തന്നെ പേടിച്ചിരിക്കുകയാണ്, ഇന്ന് വരെയും കേൾക്കാത്തതും കാണാത്തതും ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ് ഇപ്പം ഈ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ നടുവിൽ എനിക്കൊന്നറിയാം. ഇന്ന് കുടുംബത്തിനകത്ത് സ്വത്രം എന്താണ് എന്നറിഞ്ഞുകൂടാ. എനിക്ക് അറിഞ്ഞുകൂടാ. സത്യത്തിൽ നമ്മൾ ദേശത്തിലോട്ട് ഇറങ്ങുമ്പോൾ എന്തൊക്കെ നടക്കുന്നു എന്ന് അറിഞ്ഞുകൂടാ. നമ്മൾ വാർത്തയിൽ നോക്കുമ്പോൾ എന്തൊക്കെയാണെന്ന് ഇന്ന് വരെ നമ്മൾ കേട്ടിട്ടില്ലാത്ത സംഭവങ്ങളെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നു. പത്രങ്ങൾ നോക്കുമ്പോൾ ഇന്ന് വരെ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ അർത്ഥം, ഇതിനകത്ത് ഇരിക്കുന്ന ഒരു സഭയുണ്ട്. അത് ഏത് സഭ? മണവാട്ടി സഭ. ഇതിനകത്ത് ഈ ചെന്നായ്ക്കളുടെ നടുവിൽ കുറെ കുഞ്ഞാടുകൾ അവിടെ ആയിട്ട് കാത്തിരിക്കുന്നുണ്ട്. ഈ കുഞ്ഞാടുകളെ സ്വത്രം ഒന്നും കൂടെ ഇതിനകത്തുനിന്ന് വീണു പോകുന്നവരങ്ങ് വീഴും. ചിലരൊക്കെ ഇനിയും വീഴും, ഇനിയും ചില വൃദ്ധന്മാർ വീഴും, ഇനിയും ചില വീഴേണ്ട ഒരു കുറെ എണ്ണം കാണുമായിരിക്കും. ഹല്ലേലൂയ. ചിലരൊക്കെ വീഴും. പക്ഷേ എന്തൊക്കെ കണ്ടിട്ടും വീഴാതെ കാത്തിരിക്കുന്ന ചില കുഞ്ഞാടുകളുണ്ട്. ഈ കുഞ്ഞാടിനെ ചേർക്കാൻ യേശുവിൻ്റെ വരവ് അടുത്തു എന്ന് ഈ സംഭവങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് വേറെ ഒന്നുമല്ല, എനിക്ക് ഉറപ്പാണ് എൻ്റെ യേശുവിൻ്റെ വരവടുത്തു. അതുകൊണ്ട് അത്രമാത്രം പ്രതിസന്ധികളാണ് ഇന്ന് ലോകത്ത് കേൾക്കുന്നത്, നടക്കുന്നത്, നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വത്രം പള്ളി വരുന്നവരുടെ വീട്ടിനകത്തുമുണ്ട്, അല്ലാത്തവരുടെ വീട്ടിനകത്തുമുണ്ട്, ദേശത്തിലുണ്ട്, ക്രിസ്ത്യൻസിൻ്റെ അടുത്തുണ്ട്, ഹൈന്ദവരുടെ അടുക്കലുണ്ട്. എവിടെ ഏത് ജാതി മതസ്ഥരുടെ അടുക്കൽ നോക്കിയാലും പ്രശ്നങ്ങൾ നിറഞ്ഞിരിക്കുന്നു. ദൈവത്തെ യഥാർത്ഥമായി ആശ്രയിച്ച് നിന്ന് അനേകരിന്ന് ഇറങ്ങി ഓടിക്കൊണ്ടിരിക്കുന്നു, പാപത്തിലേക്ക് വീണുകൊണ്ടിരിക്കുന്നു. അർത്ഥം വേറെ ഒന്നുമല്ല, ഞാൻ പറയാം, വേറെ ഒന്നുമല്ല. അനേകർ തെറ്റിക്കൊണ്ടിരിക്കുന്നു, അനേകർ മനുഷ്യരെ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നു, അനേകർ ദൈവത്തെ വിട്ട് മാറി പല ഉപദേശങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, കൾട്ട് ഉപദേശങ്ങളിലേക്ക് അനേകർ വഴിതെറ്റിക്കൊണ്ടിരിക്കുന്നു. സ്തോത്രം തീർന്നില്ല. കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് നിന്ന് അനേകർ മനുഷ്യനിലേക്ക്. ഞാൻ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് പ്രസംഗിക്കുമ്പോൾ ഇപ്രകാരം പറഞ്ഞു. സ്വത്രം 4 ശക്തികളെക്കുറിച്ച് എഫേസ്യർക്ക് ലേഖനത്തിനകത്ത് വാഴ്ചകളും അധികാരങ്ങളും പ്രസംഗിച്ചപ്പോൾ 4 ശക്തികളെക്കുറിച്ച് പറഞ്ഞു. അതിൽ സ്വത്രം വിഗ്രഹത്തിലേക്ക് ആകർഷിക്കുന്നൊരു ശക്തിയുണ്ട്. നമുക്ക് എല്ലാവർക്കും അതറിയാം. ഒന്നാമത്തെ ശക്തിയാണ് ഏത്? വാഴ്ചകൾ. സ്വത്രം. അതുപോലെ ഇന്ന് ദൈവവേല ചെയ്യുന്ന ആൾക്കാരെ ദൈവമായി കാണുന്ന ഒരു കാലഘട്ടം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇത് വല്ലാത്തൊരു കാലഘട്ടമാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്തൊരു പ്രശ്നം വന്നാൽ അനേകർ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയും, നിങ്ങൾ പോകുന്ന പള്ളിയിലുള്ള ആരാധന ശരിയല്ല, അവിടുത്തെ പ്രാർത്ഥന ശരിയല്ല, ഞാൻ പോകുന്ന പള്ളിയിലുള്ള ആളുണ്ടല്ലോ അയാൾ പറഞ്ഞ എല്ലാം നടക്കും. അർത്ഥം അയാളിനെ ദൈവമാക്കി. പ്രശ്നം വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പോൾ അനേക ആൾക്കാരെ തന്നെ ദൈവമാക്കി കാണിച്ചിട്ട് നിങ്ങളെ സത്യവചനത്തിൽ നിന്ന് അടർത്തിയെടുത്ത് ഇത് ദൈവ ശബ്ദമല്ല, സത്യത്തിന് വിരോധമായി കെട്ടുകഥകൾക്ക് വേണ്ടി വലിച്ചു തെറ്റിക്കാൻ ജനത്തെ വചനത്തിന് വിരുദ്ധമായി തെറ്റിക്കുന്ന ഒരു ദുഷ്ടാത്മാവ് ഇന്ന് ലോകത്തിൽ വ്യാപരിക്കുന്നുണ്ട്. ഇത് കുടുങ്ങിപ്പോകരുത്, നീ കുടുങ്ങിപ്പോകരുത്, ഞാനും നിങ്ങളും കുടുങ്ങിപ്പോകരുത്. നമ്മളെ വശീകരിച്ച് കളയും. പ്രാർത്ഥനയുടെ പേര് പറഞ്ഞാണ് വശീകരിക്കുന്നത്, വിടുതലിൻ്റെ പേര് പറഞ്ഞാണ് വശീകരിക്കുന്നത്, അത്ഭുതം നടക്കുമെന്നുള്ള പേര് പറഞ്ഞാണ് വശീകരിക്കുന്നത്, നിനക്കൊരു ശുശ്രൂഷ ഉണ്ടെന്ന് കാണിച്ചു തന്നിട്ടാണ് വശീകരിക്കുന്നത്, നിനക്കൊരു കൃപാവരം കിടക്കുന്നു, നീ ഇനി ചർച്ചിനകത്തിരുന്നാൽ നിനക്കത് ജോലിക്കത്തില്ല എന്ന് പറഞ്ഞാണ് നിന്റെ മുമ്പിൽ ഒരു വല ഇടുന്നത്. ഹല്ലേലൂയ. നിന്റെ മുമ്പിലിടുന്ന വലയിൽ നീ വീണുപോയാൽ അത് വല്ലാത്ത വലയായിരിക്കും, അതിൻ്റെ വീഴ്ച വലുതായിരിക്കും. എന്നെ കേൾക്കുന്ന, എൻ്റെ മുൻപിലിരിക്കുന്ന എൻ്റെ സ്നേഹിത സഹോദര സഹോദരി, ഈ വല്ലാത്ത വലയ്ക്കകത്ത് നീ വീണാൽ നീ വീഴുന്നത് ഒരു കെണിക്കകത്തായി പോകും. ഈ കെണി നിന്നെയും കൊണ്ട് മുങ്ങും. അതുകൊണ്ട് നീ ഇന്നത് തിരിച്ചറിഞ്ഞോളണം. ശത്രുവിൻ്റെ പദ്ധതി ഞാനും ദൈവവും, നിങ്ങളും ദൈവവും തമ്മിലുള്ള ആ ബന്ധങ്ങളെ ഞാൻ ആരാകണമെന്ന് തീരുമാനിക്കേണ്ട ദൈവമാണ്, ഞാൻ എന്താകണമെന്ന് തീരുമാനിക്കേണ്ട ദൈവമാണ്, എന്നെ എവിടെ കൊണ്ടെത്തിക്കണമെന്ന് തീരുമാനിക്കേണ്ട ദൈവമാണ്, എന്നെ എവിടെ കൂടെ വിടണമെന്ന് തീരുമാനിക്കേണ്ട ദൈവമാണ്, എവിടെയൊക്കെ നിർത്തി അഭിഷേകം ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ട ദൈവമാണ്. അത് ആര് തീരുമാനിക്കണം?
ദൈവം തീരുമാനിക്കണം. വീട്ടിനകത്ത് വെച്ചാണ് തൈലക്കൊമ്പിൻ്റെ തലയ്ക്കകത്ത് ചരിയുവാൻ ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ അതെൻ്റെ വീട്ടിനകത്ത് വെച്ച് ചരിയും. അത് ഞാൻ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവത്തിന് ചരിക്കാൻ ഇഷ്ടമെങ്കിൽ അത് അവിടെ വെച്ച് ചരിക്കും. തനിക്ക് ദൈവദാസൻ പ്രസംഗിക്കുക, മറ്റാരെങ്കിലും പ്രസംഗിക്കുക ചെയ്യുമ്പോൾ സ്തോത്രം, എൻ്റെ മേൽ ചരിയാനാണ് ദൈവം കണ്ടതെങ്കിൽ അവിടെ വെച്ച് ചരിയും. ഇല്ല, ഞാൻ രാത്രിയോ പകലോ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ വെച്ച് ചരിയാനാണ് ദൈവത്തിൻ്റെ പദ്ധതിയെങ്കിൽ അവിടെ വെച്ച് ചരിയും. അതിനെൻ്റെ ദൈവത്തിന് പ്രത്യേക ആരും ഒരു പരിഗണന കൊടുക്കേണ്ട കാര്യമില്ല. അത് ദൈവത്തിൻ്റെ കയ്യിലാണ് തൈലമുള്ളത്. നിങ്ങൾ എത്ര പേര് ശ്രദ്ധിക്കുന്നുണ്ട്? നിങ്ങൾ എന്നെ എത്ര പേര് ശ്രദ്ധിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഈ സത്യവചനത്തിന് വിരുദ്ധമായി മറ്റ് മനുഷ്യരിലേക്ക് ആകർഷിപ്പിക്കുന്ന വശീകരണ വാക്കുകൾ നീ എന്ത് ചിന്തിച്ച് പണിയുന്നു അത് നിനക്ക് പണിയാ. എന്നാൽ ഈ ചർച്ചിനകത്ത് നിന്ന് കർത്താവിൻ്റെ യഥാർത്ഥ ചർച്ചിനകത്ത് മാത്രമല്ല, കർത്താവിൻ്റെ യഥാർത്ഥ വചനത്തിനകത്ത് ക്രിസ്തുവിൽ നിന്ന് പാദപ്പെടുത്തി കിടന്ന് നീ പണിയുമ്പോൾ ആ വീടിൻ്റെ പണി പെട്ടെന്ന് പൂർത്തിയാകൂല. അത് പതുക്കെ നടക്കൂ. ആ പതുക്കെ നടക്കുന്ന വീടിൻ്റെ പണി പൂർത്തിയാകാൻ വൈകും. പക്ഷേ അതിൽ കാറ്റടിച്ച വീഴത്തില്ല. കാരണം വചനം അടിസ്ഥാനം, ദൈവം അടിസ്ഥാനം, സത്യ ഉപദേശം അടിസ്ഥാനം, അപ്പോസ്തലിക ഉപദേശം അടിസ്ഥാനം. ഈ അടിസ്ഥാനത്തിന്റെ മേൽ പണിയുന്ന കല്ലിനെ തകർക്കാൻ ഒരു ശക്തിക്കും. ആമേൻ, ആമേൻ. അടിസ്ഥാനം ക്രിസ്തുവാണെങ്കിൽ തള്ളിക്കളഞ്ഞ കല്ല്, വലിച്ചെറിഞ്ഞ കല്ല്, ഹല്ലേലൂയ, ഒരിക്കൽ ഈ കല്ലിനെ കയ്യിലെടുത്തു കേട്ടോ. ഒരിക്കൽ ഈ പാറയാകുന്ന കല്ലിനെ വീട് പണിയാൻ കയ്യിലെടുത്തു. ആമേൻ. എൻ്റെ വിഷയം അതല്ലെങ്കിലും വന്നു പോവുകയാണ്. ഹല്ലേലൂയ. വീട് പണിയാൻ ഒരു കല്ലെടുത്തു. ആമേൻ. പണിയാൻ വേണ്ടി എടുത്തു, പുറത്തങ്ങോട്ട് അടുക്കി. സ്വത്രം എടുക്കുമ്പോൾ ഈ കല്ല് കണ്ടിട്ട് സ്വത്രം ഒരു കൂട്ടം പേർ വന്ന് പറഞ്ഞു, ആമേൻ, ഈ കല്ലിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയണം. ഈ കല്ലിൻ്റെ അപ്പനാര്, ഈ കല്ല് ഏത് ഗോത്രത്തിലുള്ളത്, ഏത് കുടുംബത്തിലുള്ളത്, ഏത് കുലത്തിലുള്ളത്. ഇവർ സംഖ്യാക്രമം എടുത്ത് വേദപുസ്തകത്തിൽ മറ്റൊരു ദിവസം ഞാൻ പ്രസംഗിക്കും. സംഖ്യാക്രമം എടുത്തപ്പോൾ മത്തായി 1-ാം അധ്യായത്തിനകത്ത് എഴുതിയിരിക്കുന്നു, എല്ലാവരുടെയും ജനിപ്പിച്ച ജനനം അപ്പനിലൂടെ ജനിച്ചെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ അത് മാത്രം പറയുമ്പോൾ അവൻ ആരിൽ നിന്ന് ജനിച്ചു എന്ന്? യോസഫിൽ നിന്നല്ലേ, മറിയയിൽ നിന്ന് ഇതുവരെ ഞങ്ങൾക്കുള്ള സകലരും അപ്പനിൽ ജനിച്ചപ്പോൾ ഈ കല്ലിനെ ഇവിടെ പണിയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് മറിയയിൽ നിന്ന് ജനിച്ച യേശുവാകുന്ന കല്ലിനെ വലിച്ചെറിഞ്ഞു. ഈ കല്ലാണ് നസ്രനാകുന്ന യേശു ക്രിസ്തു. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? ഞാനൊരു ദിവസം അത് വചനത്തിൽ പഴയ നിയമം മുതൽ പറഞ്ഞത് കർത്താവ് തരുന്ന ഒരു ദിവസം ഞാൻ പ്രസംഗിക്കും. ഹല്ലേലൂയ. ആമേൻ. മനുഷ്യൻ ആ കല്ലിനെടുത്ത് ദൂരെ കളഞ്ഞു. ദൂരെ കളഞ്ഞപ്പോൾ ആ കല്ലിൻ്റെ അടുക്കൽ ഇതാ പാവിയായൊരു കല്ലായിരുന്നു ഞാൻ, പാവിയായ കല്ലായിരുന്നു നിങ്ങൾ. ആ പാവിയായ കല്ല് ആ ജീവനുള്ള കല്ലിൻ്റെ അടുക്കൽ കിടന്ന് ആ കല്ല് വെക്കേണ്ടടുത്ത് വെക്കുമെന്ന് കരുതിയപ്പോൾ അവർ ഉപേക്ഷിച്ചപ്പോൾ വഴി കിടന്ന കല്ലാകുന്ന എന്നെ, അധർമ്മവും പാപവും ചെയ്ത എന്നെ, ഞാനെന്ന കല്ലിനെ ആ ക്രിസ്തു എന്ന ജീവനുള്ള കല്ലിനോട് ചേർത്ത് വെച്ച് എന്നെ നിങ്ങളെ ജീവനുള്ള കല്ലാക്കി പണിയാൻ നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? കർത്താവ് വച്ചിരിക്കുമ്പോൾ ഈ കല്ല് ദൈവവചനം കേട്ട പൈതലാണെങ്കിൽ, ആഴത്തിൽ കുടിച്ചാണ് വീട് പണിയുന്നതെങ്കിൽ പൈതലെ, പ്രശ്നം വന്നാൽ നീ വീഴത്തില്ല. ഞാൻ ഗ്യാരണ്ടി പറയാം, പ്രതിസന്ധി വന്നാൽ നിന്നെ മുക്കാൻ കഴിയത്തില്ല. കാരണം എന്താ? നിന്നെ പണിതിരിക്കുന്നത് ക്രിസ്തുവിലാണ്, ആ പാറയിലാണ്. സത്യത്തിൽ ഞാൻ പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം. നിനക്ക് ദൂത് വേണോ? നിനക്ക് സ്വർണ്ണ തെരുവീതി വേണോ? നിനക്ക് പ്രതിഫലം വേണോ? നിനക്ക് ഭൂമിയിലുള്ള പേര് വേണോ? നിനക്ക് എൻ്റെ യേശുവിന് വേണോ? നിനക്ക് ഏത് വേണം? ഇതിനകത്തൊരു ഉപദേശമുണ്ട്. ഈ ഉപദേശം നിൻ്റെ അകത്തില്ലെങ്കിൽ പ്രശ്നം വന്നപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാ? നീ ആഗ്രഹിച്ചതൊന്നും നിനക്ക് കിട്ടിയില്ല. കിട്ടാത്തതുകൊണ്ട് ഇനി എങ്ങോട്ട് ഓടിയാൽ നീ ആഗ്രഹിച്ചത് കിട്ടാൻ വേണ്ടിയുള്ള ഓട്ടമാണ്. നീ ആഗ്രഹിച്ചത് കിട്ടാൻ വേണ്ടിയുള്ള, നമ്മൾ ആഗ്രഹിച്ചത് ഈ കടയിൽ പോയപ്പോൾ കിട്ടിയില്ല, അടുത്ത കടയിൽ പോയപ്പോൾ കിട്ടിയില്ല, അടുത്ത കടയിൽ പോയപ്പോൾ കിട്ടിയില്ല. ഉപ്പിന് പോകുന്ന വഴിയെന്ന് ചോദിച്ചു പോവുകയാണ്. കിട്ടുന്ന എവിടെയെന്ന് ഞാൻ ചോദിച്ചു, നീ എവിടെ എങ്ങോട്ടാണ് പോകുന്നത് നിൻ്റെ കാര്യം കിട്ടാൻ? സ്തോത്രം. ഞാൻ പറഞ്ഞു, നീ യേശുവിൻ്റെ മുമ്പിലാണ് ഇരിക്കുന്നെങ്കിൽ, ആശ്രയം യേശു ആണെങ്കിൽ, മനുഷ്യൻ അടച്ചാലും ലോകം അടച്ചാലും സ്തോത്രം
മനുഷ്യൻ എന്തൊക്കെ പറഞ്ഞ് നിനക്ക് വിധി എഴുതിയാലും എൻ്റെ ദൈവത്തിലാണോ നീ ആശ്രയിച്ചത്? നിന്റെ ആശ്രയം ദൈവമാണോ മനുഷ്യനാണോ? വചനത്തിലാണോ നിന്റെ ആശ്രയം? സത്യത്തിലാണോ? നിനക്ക് എൻ്റെ യേശുവിന് വേണമോ നിന്റെ ഇഷ്ടങ്ങൾ വേണോ? നീ രണ്ടും തിരഞ്ഞെടുത്തോ. ഒന്നേ നിനക്ക് യേശുവിനെ സ്വീകരിക്കാം, അല്ലെങ്കിൽ നിനക്ക് നിന്റെ ഇഷ്ടങ്ങൾ സ്വീകരിച്ച് വലിയൊരു വൻ കൊട്ടാരം. ഈ കൊട്ടാരം എന്ന് ഉദ്ദേശിക്കുന്നത് വീടല്ല, ഈ ലോകത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വലുപ്പം കൊട്ടാരം നിനക്ക് പണിയാം. പക്ഷേ ഈ പണി ഇവിടെ തീരും, പിന്നെ തീരാത്ത ഒന്നേ ഉള്ളൂ. ഇന്ന് അനേകർ പലതിലേക്ക് ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഞാൻ ചോദിക്കട്ടെ സ്നേഹിത, സഹോദര, സഹോദരി, നമ്മുടെ ആശ്രയം ആരിലാണ്? യേശുവിൻ്റെ വചനം എൻ്റെ നിങ്ങളുടെ അകത്തില്ലെങ്കിൽ വീട് പോകും. സ്തോത്രം. 2 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം വായിക്കുമ്പോൾ അതിൻ്റെ 1 മുതൽ 8 വരെ വായിക്കുമ്പോൾ, വായിച്ചേ, 2 രാജാക്കന്മാർ 18-ാം അധ്യായം 1 മുതൽ 8 വരെ. ദൈവത്തിലാണ് ഞാൻ നിങ്ങൾ ആശ്രയിക്കുന്നെങ്കിൽ, നേരത്തെ പറഞ്ഞതിൻ്റെ തെളിവ് വചനത്തിലൂടെ അടുത്ത് തരും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിലാണ് നമ്മൾ ആശ്രയിക്കുന്നതെങ്കിൽ അവിടെ ആ വ്യക്തിയെ തകർക്കാൻ കഴിയത്തില്ല. വായിച്ചേ. ഇസ്രായേൽ രാജാവായ ഏലയുടെ മകനായ മോശയുടെ 3-ാം ആണ്ടിൽ യഹൂദ രാജാവായ ആഹാസിന്റെ മകൻ ഹിസ്കിയാവ് രാജാവായി. അവൻ വാഴ്ച തുടങ്ങിയപ്പോൾ അവൻ 25 വയസ്സായിരുന്നു. അവൻ യെരൂശലേമിൽ 29 സംവത്സരം വാണു. അവന്റെ അമ്മയ്ക്ക് അബി എന്നു പേർ. അവൾ സെഖര്യാവിന്റെ മകളായിരുന്നു. അവൻ തന്റെ പിതാവായ, എല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ വായിപ്പിച്ചത്. ഇങ്ങോട്ട് 4 തൊട്ട് വായിച്ചാൽ മതിയായിരുന്നു, എങ്കിലും ഞാൻ കുറച്ച് കാര്യം കൂടെ മുകളിലോട്ട് മനസ്സിലായാൽ ഇത് എന്താണ് ഏതാണെന്ന് മനസ്സിലാവും. വായിച്ചേ. ദാവീദ് ചെയ്തതുപോലെ ഒക്കെയും യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. അടുത്ത് അവൻ പൂജാഗിരികളെ നീക്കി. അവൻ എന്ത് ചെയ്തു? പൂജഗിരികളെ നീക്കി. അടുത്ത് വിഗ്രഹസ്തംഭങ്ങളെ തകർത്ത്. വിഗ്രഹസ്തംഭങ്ങളെ, സ്തോത്രം, പൂജാഗിരികളെ നീക്കി വിഗ്രഹ സ്തംഭങ്ങളെ തകർത്തു. ദൈവത്തിന് ഹിതമല്ലാത്ത എല്ലാത്തെയും തകർത്തു. അടുത്ത് അശേര പ്രതിഷ്ഠയെ വെട്ടിമുറിച്ചു. ഹിസ്കിയാവ് അശേര പ്രതിഷ്ഠകളെ എന്ത് ചെയ്തു? വെട്ടി മുറിച്ചു. ഇന്ന് പകൽക്കാലം ഇതിനകത്ത് എത്ര പേർക്ക് ആഗ്രഹമുണ്ട് എൻ്റെ അപ്പൻ്റെ ഹിതം ചെയ്യുവാൻ, എൻ്റെ അപ്പൻ്റെ ഇഷ്ടം ചെയ്യാൻ, എൻ്റെ അപ്പൻ്റെ ഇഷ്ടത്തിനെതിരെ ഒരിടത്ത് നട്ടാലും അത് നിൽക്കത്തില്ല. ചില അങ്ങനെയാണ്. ദൈവത്തിന് സ്തോത്രം. ചില മരങ്ങൾ കണ്ടിട്ടില്ലേ? ഒരിടത്ത് ഒരു ദിവസം നടും, ഒരാഴ്ച കഴിയുമ്പോൾ ആ മരം അവിടെ നട്ടത് ശരിയായില്ലെന്ന് തോന്നും, എടുത്ത് പിഴുതിട്ട് അപ്പുറത്ത് വേറെ എടുത്തുകൊണ്ട് അടുത്ത അങ്ങനെ നട്ടിട്ട് കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ അത് ശകലം കൂടെ കിളിർത്ത് വരുമ്പോൾ തോന്നുമ്പോൾ ഇനി ഈ സ്ഥലത്തിൽ ഈ വൃക്ഷം നട്ട ഇനി എടുത്ത് വേറെ എടുത്തുകൊണ്ട് നടണമെന്ന് തോന്നും. പിന്നെ ഈ സ്ഥലത്ത് വെയിൽ കിട്ടില്ല, അതുകൊണ്ട് ഇതിനെ പിഴുത് അപ്പം അവിടെ നടുമ്പോൾ കൊണ്ട് ചോലയാവും. ഇനി അവിടെ ചോലയിൽ പറ്റില്ല, അതിനടുത്ത് പിഴുത് അങ്ങനെ പിഴുതു പോയ വൃക്ഷം നിൽക്കുകയോ ഇല്ലേ? എന്ത് സംഭവിക്കും പറ? പട്ടുപോകും. സ്വത്രം. ഇതിനകത്തും ചില വ്യക്തികളെ പട്ടുപോകാൻ പിശാച് നല്ല കെണി ഒരുക്കുന്നുണ്ട്. നീ കുറിച്ചിട്ട് പ്രാർത്ഥിച്ച് മുട്ടുമടക്കിയോ? സ്വത്രം. നിന്നെ കെണിയിൽ വീഴ്ത്തി നീ പട്ടുപോകുന്നത് ശത്രുവിന് ഈ അന്ത്യകാലത്ത് കാണണം. അതിനുവേണ്ടി ശത്രു ഒരു കെണി ഇട്ടിട്ടുണ്ട്. നീ ആ കെണിയിൽ വീഴാതെ ആ കെണി ആത്മാവിൽ കണ്ടിട്ട്, ചാനി സിസ്റ്റർ പറയുന്നത് കേട്ടിട്ട് വിശ്വസിക്കുന്നെങ്കിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ നീ ആത്മാവിൽ കണ്ട് അതിനെ തകർത്തിട്ട് ജയത്തോടെ വെളിവരണം. ജീസസ് അതിനെ തകർത്തി ജയത്തോടെ വെളിവരണം. ഞാൻ നിങ്ങളും പണിയേണ്ടത് സ്തോത്രം ക്രിസ്തുവിനായിരിക്കണം. ഹിസ്കിയാവ് എൻ്റെ ദൈവത്തിൻ്റെ വചനത്തിൽ പണിയിറങ്ങി ദൈവത്തിന് ഹിതമല്ലാത്തതെല്ലാം ഇടിച്ചു കളഞ്ഞു. മാനുഷികമായിട്ടുള്ളത്, ജഡികമായിട്ടുള്ളത്, മനുഷ്യൻ്റെ ചിന്ത, മനുഷ്യൻ്റെ പദ്ധതികളെല്ലാം ഈ മനുഷ്യൻ ഇടിക്കാൻ തുടങ്ങി. നമ്മളോ മനുഷ്യൻ്റെ പദ്ധതികളെ പണിയും, അല്ലേ? ലോകത്തിൻ്റെ പദ്ധതികളെ പണിയും. ഇന്ന് ഇതിനകത്ത് വ്യത്യസ്തമായ വിഷയത്തോടാണ് ഓരോരുത്തർ ഇരിക്കുന്നതെന്ന് എനിക്കറിയാം. ഞാൻ പറയാം, സ്നേഹിത, സഹോദര, സഹോദരി, തീയിലാണ് നീ പോകുന്നത്. ഞാൻ ഒരു ആലോചന എന്നോട് പറയട്ടെ. നീ ദൈവത്തിലാണ് ആശ്രയിക്കുന്നതെങ്കിൽ, നിന്റെ ആശ്രയം ദൈവമാണെങ്കിൽ, തീയിൽ കൂടി നടന്നാൽ നീ വെന്തു പോകത്തില്ല. തീയിൽ കൂടി നടന്നാൽ നീ വെന്തു പോകുമോ? പെരുവെള്ളങ്ങൾക്കു നിന്നെ മുക്കാൻ കഴിയുമോ? തീയിൽ കൂടെ നടന്നാൽ നീ വെന്തു പോകുമോ?
പെരുവെള്ളങ്ങൾക്കു നിന്നെ മുക്കാൻ കഴിയുമോ? ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ ഒരു സത്യം വിളിച്ചു പറയട്ടെ. കടഭാരമുള്ളവരിനകത്തുണ്ട്, ബുദ്ധിമുട്ടുള്ളവരുണ്ട്, രോഗമുള്ളവരുണ്ട്, പ്രയാസമുള്ളവരുണ്ട്, പ്രശ്നമുള്ളവരുണ്ട്, പ്രതിസന്ധി ഉള്ളവരുണ്ട്. സ്തോത്രം. പ്രാർത്ഥിച്ചത് മറുപടി കിട്ടിയില്ല എന്ന് പറഞ്ഞിരിക്കുന്നവരുണ്ട്. ഞാൻ പറയാം, ശത്രുവിന് നിന്നെ പാറ്റാൻ തക്ക സമയം ഇതാണ്. ഈ സമയത്താണ് അവൻ ചില ആരവവും കൊണ്ട് നിന്റെ അടുത്ത് വരുന്നത്. സത്യവചനത്തിൽ നിന്ന് നിന്നെ പൊട്ടിച്ചു വെളിയിലാക്കണം. ദൈവം നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങൾ വലുതാണ്. അത് നടക്കാണ്ടിരിക്കാൻ ശത്രു നിന്നെക്കുറിച്ച് ചില കെണികളൊക്കെ ഒരുക്കി നിന്റെ ബലഹീന വശം കണ്ടെത്തും. കണ്ടെത്തിയിട്ട് പറയും, ബലഹീന വശം കണ്ടെത്തിയിട്ട് പറയും, നീ ഇങ്ങനെയൊക്കെ പോയിട്ട് നിനക്ക് എന്തായി, പതുക്കെ ഒന്ന് മാറിയാലോ എന്ന് ചോദിക്കും. കണ്ടോ കണ്ടോ? അപ്പം പിന്നെ മാറുന്ന എങ്ങോട്ടായിരിക്കും? വചനത്തിലോട്ടല്ല. പിന്നെ 4 ദൂതും 4 കൈയടിയും. പിന്നെ നമ്മൾ രാജ്യം പണിതുകൊണ്ടിരിക്കുക. ദൈവം നമുക്ക് ചില തന്നു, പക്ഷെ അതൊന്നും നമുക്ക് തൃപ്തിയില്ല. പിന്നെ നമ്മളെ രാജ്യം പണിയാനുള്ള ഒരു ഓട്ടമാണ്. ഓടി ഇങ്ങനെ പോകും. ദൈവത്തിന് സ്തോത്രം. അവസാനം വല്ലാത്തൊരു വലയിൽ എന്ത് ചെയ്യും? കണ്ണ് കുരുടാകും. കണ്ണെന്ത് ചെയ്യും? കുരുടാകും. കണ്ണ് കുരുടാകും. പിന്നെ ആര് പറഞ്ഞാലും അംഗീകരിക്കുന്നു. പിന്നെ ഞാൻ തന്നെ ദൈവമെന്ന് അങ്ങ് തോന്നും. എനിക്കറിയാം എന്നൊക്കെ തോന്നും. അങ്ങനെ ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട്. സ്തോത്രം. എനിക്കറിയാം, എന്നെ പഠിപ്പിക്കണ്ട. സ്തോത്രം. അങ്ങനെയുള്ളൊരു വചനം പറഞ്ഞാൽ കേൾക്കത്തില്ല, കുരുടായിപ്പോവും. സ്തോത്രം. നമ്മുടെ സഭയിൽ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില ഇത് വന്നു. അനേകർ വിളിച്ച് ഉപദേശിച്ചു. ഞാൻ വിളിച്ചില്ല, അനേകർ വിളിച്ച് ഉപദേശിച്ചു. പക്ഷെ അടഞ്ഞു പോയാൽ പിന്നെ ദൈവം വിചാരിച്ചാലേ അവർ പിടിക്കുന്നതാണ് വലുതെന്നങ്ങ് തോന്നും. പക്ഷെ സത്യം അത് അല്ല. ഏത് വൃദ്ധന്മാരെ ഇന്ന് തെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് വിശുദ്ധിയോടെ നിൽക്കുന്ന മക്കളെയും രാമകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരെ പോലെ ധരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എത്ര ഉണർവോടെ ഈ കാലഘട്ടം നമ്മൾ ദൈവഭയത്തോടെ മുന്നോട്ട് കൂടെ നോക്കിക്കേ. സ്തോത്രം. ഈ ദൈവഭക്തൻ ആരിൽ ആശ്രയിച്ചു? ദൈവത്തിൽ. അങ്ങോട്ട് വായിക്കും, മനസ്സിലാവും. ദൈവത്തിൻ്റെ വചനം കേട്ടു, വചനം സ്വീകരിച്ചു. തൻ്റെ മുമ്പിൽ പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധി ഉണ്ട്, പ്രതികൂലങ്ങളുണ്ട്. പക്ഷേ ദൈവത്തിന് ഹിതമല്ലാത്തതെല്ലാം മറ്റാരെയും താൻ പഴിചാരിയില്ല. പിന്നെ ദൈവത്തിൻ്റെ ഹിതമല്ലാത്തെല്ലാം ഇടിച്ചു. നമ്മളാണെങ്കിൽ പ്രശ്നം വരുമ്പോൾ ആരെ പഴിചാരാന്ന് നമ്മൾ നോക്കും. ആരുടെ പുറത്തം കൊണ്ടുവയ്ക്കാം, ആരുടെ തലയിൽ അങ്ങ് ഇട്ട് കൊടുക്കാം നമ്മൾ ചിന്തിക്കും. എന്നിട്ട് നമ്മൾ മാക്സിമം അത് മുതൽ എടുക്കും. പക്ഷേ യഥാർത്ഥ യേശുവിനെ അറിഞ്ഞ പൈതൽ അങ്ങനെയല്ല. അവരുടെ കുറവിലേക്ക് നോക്കും. അപ്പാ, എന്താണ് എൻ്റെ ഭാഗത്തുള്ള വീഴ്ച? ഉണർത്തി താപ്പച്ച എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. ചിലപ്പോൾ കുറവുണർത്തും, ചിലപ്പോൾ പറയില്ല, നിന്നെ ഇവിടെ കൂടെ എനിക്ക് വിടാൻ എൻ്റെ ആഗ്രഹമായിരുന്നു. പക്ഷെ ഇത് തിരിച്ചറിയണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ എവിടെ ഇരിക്കണം? ദൈവത്തിൻ്റെ സന്നിധി ഇരുന്ന് കേൾക്കാൻ കാതുകളെ കൂർപ്പിച്ചിരിക്കണം. അപ്പോൾ ആര് സംസാരിക്കും? ദൈവം ആരോട് സംസാരിക്കും? നമ്മളോട്. നമ്മുടെ കുറവാണെങ്കിൽ അതെന്ത് പറയും? നിന്റെ കുറവാണ് മക്കളെന്ന് പറയും. ഇല്ല എങ്കിൽ എന്ത് പറയും? വീണ്ടും നമ്മൾ സൈലൻ്റ് ആയിട്ടിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. കർത്താവിൻ്റെ മറുപടി ഒന്നും കിട്ടൂല. വീണ്ടും ചില ആഴ്ച കഴിയുമ്പോൾ കർത്താവ് പറയും, മക്കളെ, നീ എങ്ങനെയൊക്കെ പോകുമെന്ന് കാണണമായിരുന്നു. നീ എങ്ങനെയൊക്കെ ഇതിനകത്തോടെ നിൽക്കണമെന്ന്, നീ എന്നെ വിട്ട് ഓടുമെന്ന് എനിക്ക്, ഇനി നിന്നെ ഇവിടെ കൊണ്ടുപോകുന്ന എനിക്ക്, നിന്റെ ഇന്ന കാര്യം ഒന്ന് ഉടയണമെങ്കിൽ നീ ഇതിലെ കൂടെ ഇത് സ്പഷ്ടമായിട്ട് എത്ര തവണ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് അറിയുമ്പോൾ ഇതുപോലെ സംസാരിക്കും. അപ്പോഴാണ് മനസ്സിലാകുന്നത്, മതിയാകുന്നില്ലേ ഈ സ്നേഹം, കൊതി തീരുന്നില്ലേ നിൻ സാന്നിധ്യം, മതിയാകുന്നില്ലേ ഈ സ്നേഹം, കൊതി തീരുന്നില്ലേ നിൻ സാന്നിധ്യം. ഇത് പോരായേ, ഇത് പോരായേ, ഇത് പോരായേ, ഇത് പോരായേ നിൻ സാന്നിധ്യം പോരായേ, നിൻ സാമീപ്യം പോരായേ, നിൻ സാന്നിധ്യം പോരായേ.
സാമീപ്യം പോരായേ, നിൻ സാന്നിധ്യം പോരായേ, നിൻ സാമീപ്യം പോരായേ. പിരിയാനാകരുതേ ഈ ബന്ധം, മാറാനാകരുതേ മാർവിൽ നിന്നും, പിരിയാനാകരുതേ ഈ ബന്ധം, മാറാനാകരുതേ മാർവിൽ നിന്നും. പിരിയില്ലിനിയും മരണം വരെയും, പിരിയില്ലിനിയും മരണം വരെയും, മാറില്ലിനിയും ഞാൻ മാർവിൽ നിന്നും, മാറില്ലിനിയും ഞാൻ മാർവിൽ നിന്നും. ഇത് പോരായേ, ഇത് പോരായേ, ഇത് പോരായേ, ഇത് പോരായേ, നിൻ സാന്നിധ്യം പോരായേ, നിൻ സാമീപ്യം പോരായേ, നിൻ സാന്നിധ്യം പോരായേ, നിൻ സാമീപ്യം പോരായേ. ഹല്ലേലൂയ. എല്ലാവരും മാറിപ്പോകുമ്പോഴും, ഞാൻ പ്രതീക്ഷിച്ചതൊന്നും കിട്ടാതെ വരുമ്പോഴും, പ്രശ്നങ്ങളുടെ നടുവിലൂടെ പോകുമ്പോഴും ക്രിസ്തുവിൽ ആശ്രയിക്കുന്ന പൈതൽ അനുഭവിക്കുന്നൊരു സാന്നിധ്യമുണ്ട്. അതെല്ലാവർക്കും അറിഞ്ഞൂടാം, അതെല്ലാവർക്കും അറിഞ്ഞൂടാ. അതറിയുന്നവർക്കറിയാം, അതറിയുന്നവർക്ക് നല്ലവണ്ണം അറിയാം, അതനുഭവിക്കുന്നവർക്ക് നല്ലവണ്ണം അറിയാം, അതിനകത്തൂടെ പോകുന്നവർക്ക് നല്ലവണ്ണം അറിയാം. പ്രതികൂലേറെയുണ്ട്, പ്രശ്നങ്ങളേറെയുണ്ട്, പ്രതിസന്ധികളേറെയുണ്ട്. എന്നാൽ അതിൻ്റെ അകത്തും ആഴത്തിൽ വീട് പണിയുന്ന ആ പൈതലിനെ പ്രശ്നത്തിലൂടെ പോകുമ്പോഴും ഒരു സാന്നിധ്യത്തിനകത്താണ്. എല്ലാവരും പൊട്ടിത്തെറിക്കുമ്പോൾ തെറിക്കുന്നില്ല, എല്ലാവരും വിഷം അന്വേഷിക്കുന്നില്ല, എല്ലാവരും ഒരു മുഴം കയറി കിട്ടുമോ നോക്കും, അനേകർ നോക്കും, പക്ഷെ നോക്കാൻ പറ്റുന്നില്ല, അങ്ങോട്ട് തിരിയാൻ പറ്റുന്നില്ല. കാരണം എന്താണെന്നറിയാമോ? ആ സാന്നിധ്യത്തിൻ്റെ അകത്താണ്. അപ്പോഴും അച്ചിറക കൊണ്ട് ദൈവം മറച്ചു വച്ചിരിക്കുകയാണ്. പ്രതികൂലത്തിനകത്താണ്, പ്രശ്നത്തിനകത്താണ്. സ്വത്രം. എല്ലാവരുടെയും വിരലുകൾ ഒരേ സ്വരത്തിൽ ചൂണ്ടിയിരിക്കുകയാണ്. ആര് കാരണക്കാരെന്ന് ഇങ്ങനെ ചൂണ്ടി വരികയാണ്. അപ്പോഴും മണലിൽ വീട് പണിയുന്നവൻ മറിഞ്ഞ ആഴത്തിൽ വീണു. അവൻ്റെ വീഴ്ച വലിയതായിരിക്കുമ്പോൾ അവനെ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. അവൻ കുഴപ്പത്തില്ല, അവൻ്റെ പണി ലോകത്തിൻ്റെ പണിയാണ്. പക്ഷെ മറ്റവൻ ആഴത്തിൽ പണിയുകയാണ്. പ്രശ്നം കണ്ടു പേടിക്കുന്നില്ല, പ്രതികൂലം കണ്ട് പേടിക്കുന്നില്ല. ഹൃദയം, ശരീരം, മനുഷ്യൻ ജഡമാണല്ലോ. ചില സന്ദർഭത്തിൽ ബലഹീനത വരും, വീട് പോകും, പക്ഷേ നിലം പരിചാകുന്നില്ല. അവിടെയും ആരോ ഒന്ന് കരം പൊക്കുന്നത് പോലെ, അവരെയും കരം പിടിച്ച് നടത്തുന്നത് പോലെ, അവിടെ ഒരു തണുപ്പ് അനുഭവിക്കുന്നത് പോലെ, അവിടെ ആരോ ഒരു കരം കൊണ്ട് അണയ്ക്കുന്നത് പോലെ, അവിടെ കണ്ണുനീര് തുടയ്ക്കുന്നത് പോലെ, അവിടെയും ആ രാത്രിയുടെ യാമത്തിലും ആ പകൽ യാമത്തിലും എല്ലാവരും മാറ്റി വിടുമ്പോഴും അടുത്തു വന്ന് ഇരുകരങ്ങളെ ചേർത്ത് ആ ചങ്കോട് ചേർത്ത് കെട്ടിപ്പിടിക്കും പോലെ. ഇതാരുടെ കരവാ? പറ, ഇതാരുടെ കരവാ? ആഴത്തിൽ കുഴിക്കുന്ന പൈതലെ, നിനക്ക് വേണ്ടി ഇറങ്ങി നിൽക്കുന്ന ദൈവത്തിൻ്റെ കരമാ. മറ്റ് തണലുകളെല്ലാം ഒടിഞ്ഞു കാണും. അഥവാ തണലായിട്ട് വന്നാലും നിനക്ക് പാര വയ്ക്കുന്ന തണലായിരിക്കും. പക്ഷെ പാര വയ്ക്കാത്ത ഒരു തണലേ ഉള്ളൂ. അതാണ് ഞാൻ പ്രസംഗിക്കുന്ന യേശു എന്ന തണൽ. അത് പാര വയ്ക്കുന്നതല്ല, അത് ഉപദ്രവിക്കുന്നതല്ല, അത് തകർക്കുന്നതല്ല. ഏത് ശോധനക്കകത്തും ആ ശോധനയിലൂടെ എന്നെ നിങ്ങളെ കടത്തി വീഴുമ്പോഴും തകർന്നു പോകാതെ, ചതച്ചരക്കാതെ, ഒരു മേഘം കൊണ്ട് മൂടി അതിനകത്ത് നിർത്തി ആ സാന്നിധ്യത്തിൽ പാപം ചെയ്യാതെ പിടിച്ചു നടത്തുന്ന കൃപ അതനുഭവിക്കുന്ന ഒരു പൈതലിന് മാത്രമേ. അല്ലാതെ പ്രസംഗം കേൾക്കാം, വചനം വായിക്കാം,
ഗ്രഹിക്കാം, 5 പോയിന്റ് മനസ്സിലാക്കാം. ഓ, കുറച്ച് ദൂത് കേൾക്കാം, കുറച്ച് കാര്യങ്ങൾ കേൾക്കാം. പക്ഷേ തൻ്റെ ഭക്തന്മാർ തീക്കകത്തൂടെ പോകുമ്പോൾ അനുഭവിക്കുന്ന ഒരു സാന്നിധ്യമുണ്ട്. ആ സാന്നിധ്യം എല്ലാവർക്കും കിട്ടുന്നില്ല. ആ സാന്നിധ്യം വചനത്തിൽ ജീവിക്കുന്ന, ആത്മാവിൽ നിറയുന്ന, ദൈവത്തിന്റെ അടുത്ത് വീണ് കിടക്കുന്ന ഭക്തൻ അത് അനുഭവിക്കും. ഹല്ലേലൂയ. അവർ തള്ളിക്കളയത്തില്ല. സ്തോത്രം. ദൈവത്തിന് മഹത്വം. കർത്താവിന്റെ വചനത്തിൽ പറയുന്നു, ദൈവത്തിന് ഹിതമല്ലാത്തതെല്ലാം അവൻ ഇടിച്ചു. 1, 2, 3 എന്ന് ഇടിക്കാൻ തുടങ്ങി. ടക്കനെ വായിച്ച അടുത്ത വാക്യം. അവൻ പൂജാഗിരികളെ നീക്കി വിഗ്രഹസ്തംഭങ്ങളെ തകർത്ത് അക്ഷര പ്രതിഷ്ഠയെ വെട്ടിമുറിച്ചു. പൂജാസ്തംഭം, അക്ഷര പ്രതിഷ്ഠ എല്ലാം ഇടിച്ചു. ഇടിക്കേണ്ടത് ഇടിച്ചു. അടുത്ത മോശ ഉണ്ടാക്കിയ താമ്ര സർപ്പത്തെയും ഉടച്ചു കളഞ്ഞു. നോക്കിയേ, മോശ ഉണ്ടാക്കിയ താമ്ര സർപ്പം എന്തിനായിരുന്നു? അന്ന് പഴയ നിയമത്തിൽ എന്തിനായിരുന്നു താമ്ര സർപ്പം ഉണ്ടാക്കിയത്? ദൈവം പറഞ്ഞിട്ടല്ലേ ഉണ്ടാക്കിയത്. പക്ഷെ ആ ഉണ്ടാക്കിയെങ്കിൽ പിന്നത്തേതിൽ അതിനെ ആളുകൾ ദൈവമായിട്ട് ഇന്നും അത് നടന്നുകൊണ്ടിരിക്കുന്ന അനേകര്. ഞാൻ പറഞ്ഞിട്ടില്ലേ, നേരത്തെ പറഞ്ഞു. ഞാൻ അത് അങ്ങോട്ട് വരും പറയും, അത് മനസ്സിലാവും. അപ്പോൾ അതിനെ അങ്ങോട്ട് എന്ത് ചെയ്തു? പഴയ നിയമത്തിനകത്ത് നിന്ന് വന്ന എല്ലാം ചിലതൊക്കെ കർത്താവ് എന്ത് ചെയ്തു? ഉടച്ച് കളഞ്ഞു. അതിലൊന്ന് പഴയ നിയമത്തിൽ തന്നെ എന്ത് ചെയ്തു? ഇത് ഉടച്ചു. ഹല്ലേലൂയ. ഒന്നുകൂടെ വായിച്ച വരി. മോശ ഉണ്ടാക്കിയ താമ്ര സർപ്പത്തെയും ഉടച്ചു കളഞ്ഞു. ആ കാലം വരെ ഇസ്രായേൽ മക്കൾ അതിന് ധൂപം കാട്ടി വന്നു. കണ്ടോ, ആ കാലം വരെ എന്തോന്നു കാട്ടി? ദൈവം പറഞ്ഞിട്ടുണ്ടാക്കിയത്, പക്ഷെ ധൂപം കാട്ടാൻ പാടണ്ടോ? എന്നിട്ട് എന്ത് ചെയ്തു? ആൾക്കാരോട് പറയുമ്പോൾ പറയും, അത് ദൈവം പറഞ്ഞിട്ടല്ലേ ഉണ്ടാക്കി വെച്ചത്, പിന്നെ എന്ത്? കണ്ടോ, അപ്പോൾ ഒരു വിടുതലിന് ദൈവം ചെയ്യിച്ചതാണ്. പക്ഷെ ഇതിനെ അവരെന്ത് ചെയ്തു? ആരാധിക്കുന്ന ദൈവമാക്കി ജനം അങ്ങ് മാറ്റി. സ്തോത്രം. അപ്പോഴൊരു വിടുതലിനാണ്. അടുത്ത വരി. അതിന് നെഗുഷ്ടാൻ എന്ന് പേരായിരുന്നു. അവൻ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയിൽ ആശ്രയിച്ചു. ആശ്രയിച്ചാരെ? ആശ്രയം യേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ഹല്ലേലൂയ. ആശ്രയം യേശുവിലാണെങ്കിൽ അയാൾ ആരാണ്? ഭാഗ്യവാൻ. വേറെ ആരും ആരല്ല? ഭാഗ്യവാനല്ല. സ്തോത്രം. യേശുവിലുള്ളവൻ ഭാഗ്യവാനാ. ദൈവത്തിന് സ്തോത്രം. വായിച്ച വരി ഒന്നുകൂടെ വായിച്ചേ. അവൻ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയിൽ ആശ്രയിച്ചു. ഒരു സെക്കൻഡും പ്രതികൂലില്ലെന്നല്ല, പ്രശ്നമില്ലെന്നല്ല, ഇടിക്കേണ്ടതിന് ജീവിതത്തിനകത്ത് ദൈവത്തിന് ഹിതമല്ലാതെ ഉയർന്നു പൊങ്ങി നിൽക്കുന്ന, ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങി നിൽക്കുന്ന, ദൈവത്തെക്കാൾ അധികമായി മറ്റു പലതിനെയും സ്തോത്രം സ്നേഹിക്കുന്ന ചില വിഗ്രഹങ്ങളെ നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഉടച്ച് കളയണം. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലാകുന്നുണ്ട്? നമ്മുടെ വീട്ടിനകത്ത് കാണത്തക്ക വിഗ്രഹം ഒന്നും കാണത്തില്ല, ഫോട്ടോ കാണത്തില്ല, മണ്ണ് കൊണ്ടോ കല്ല് കൊണ്ടോ ഉണ്ടാക്കിയ വിഗ്രഹം കാണത്തില്ല. പക്ഷേ നമ്മുടെ ജീവിതത്തിനകത്ത് ചില വിഗ്രഹങ്ങൾ, ദൈവത്തെക്കാൾ അധികമായി സ്നേഹിക്കുന്ന ചില വിഗ്രഹങ്ങൾ കാണും. അതിനെന്ത് ചെയ്യണം? ഒട്ടക്കണം. അടുത്ത വരി വായിച്ചേ. അവന് മുമ്പും പിമ്പും ഉണ്ടായിരുന്ന സകല യഹൂദ രാജാക്കന്മാരിലും ആരും അവനോട് തുല്യനായിരുന്നില്ല. എങ്ങനെ? ഒന്നുകൂടെ. അവന് മുമ്പും പിമ്പും ഉണ്ടായിരുന്ന സകല യഹൂദ രാജാക്കന്മാരിലും ആരും അവനോട് തുല്യനായിരുന്നു. ഇവനോട് തുല്യനായിട്ട് ആരും ഇല്ലായിരുന്നു. കണ്ടോ, മുമ്പുമില്ല, പിമ്പുമില്ല. ഇന്ന് ഞാൻ പറയട്ടെ, അടുത്ത വരി ഇവിടെ. അവൻ യഹോവയോട് ചേർന്നിരുന്നു. അവൻ യഹോവയോട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞോളട്ടെ, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു, നിന്നെ വിളിച്ച വിളി വലുത്, എന്നെ വിളിച്ച വിളി വലുത്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞോളട്ടെ, തകർന്നു പോകരുത്, തളർന്നു പോകല്ലേ. വ്യത്യസ്തമായ ഭാരത്തോടെയാണ് ഞാൻ തിരിക്കുന്നത്, എനിക്കറിയാം. പക്ഷെ തളർന്നു പോകല്ലേ. നിങ്ങളെ വിളിച്ച ദൈവമാകയാൽ, നിങ്ങളെ വിളിച്ച ദൈവമാകയാൽ ദൈവനാമത്തിന് വിരുദ്ധമായി, ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾക്ക് വിരുദ്ധമായി ഉയർന്നു പൊങ്ങുന്ന സകലത്തെ ഉടച്ചോളണം. ഹല്ലേലൂയ. അടുത്ത വാക്യം വായിച്ചേ. അവൻ വിട്ടു പിന്മാറാതെ യഹോവ മോശയോട് കൽപ്പിച്ച അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചു നടന്നു. മതി. ഹല്ലേലൂയ. യഹോവ അവനോട് കൂടെ, അടുത്ത വാക്ക്, യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് ഇതിനകത്ത് ഞാൻ പറയട്ടെ, ദൈവത്തിന് ഹിതമല്ലാത്തതല്ല ആ മനുഷ്യൻ ഇടിക്കാൻ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു, സകലത്തെ ഉടച്ചു. അവൻ ആഗ്രഹിച്ച ദൈവത്തിനുള്ളായിരുന്നു, അവൻ ആഗ്രഹിച്ച ദൈവത്തെ ആയിരുന്നു, അവൻ്റെ ആശ്രയം ദൈവത്തിലായിരുന്നു.
ഇന്ന് ഞാൻ പറയാം, ഇതിനകത്തിരിക്കുന്ന പൈതലെ മനുഷ്യനിൽ ആശ്രയിക്കല്ലേ, പോക്കാണ്. ഓ, തള്ളിക്കളയും, ഉപേക്ഷിക്കും. ദൈവത്തിൽ ആശ്രയിക്കുന്ന മക്കളെ ദൈവം ചേർത്ത് കൊള്ളും. അനേകർ പലതിലും ആശ്രയിച്ചു, എന്നാൽ ഈ മനുഷ്യൻ ഹിസ്കിയാവ് ദൈവത്തിൽ ആശ്രയിച്ചു. 2 ദിനവൃത്താന്ത പുസ്തകം വായിക്കുമ്പോൾ 32-ാം അധ്യായം 8-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, വായിച്ചേ. അവിടെ ആരിൽ ആശ്രയിച്ചെന്ന് നോക്കിയേ. 8-ാം അധ്യായം 32-ന്റെ 8 വായിച്ചേ. 2 ദിനവൃത്താന്തം 32-ാം അധ്യായം 8-ാം വാക്യം. അവനോട് കൂടെ മാംസഭുജമേ ഉള്ളൂ, നമ്മോട് കൂടെയോ നമ്മെ സഹായിപ്പാനും നമ്മുടെ യുദ്ധങ്ങളെ നടത്തുവാനും. മാംസഭുജത്തിലല്ല ആശ്രയിച്ചത്, നമ്മുടെ കൂടെ ആര്? ഒന്നൂടെ അവനോട് കൂടെ മാംസഭുജമേ ഉള്ളൂ, നമ്മോട് കൂടെയോ നമ്മെ സഹായിപ്പാനും. നോക്കിയേ, മാംസഭുജത്തിൽ ആശ്രയിക്കുന്നവരുണ്ട്. ബലം കണ്ട്, പണം കണ്ട്, പേര് കണ്ട്, പ്രശസ്തി കണ്ട്, വാക്ചാതുര്യം കണ്ട്, ആളിൻ്റെ വേഷം കണ്ട്, ആളിൻ്റെ വലിപ്പം കണ്ട്, ആളിൻ്റെ ജ്ഞാനം കണ്ട് ആൾക്കാരിൽ ചിലരെന്ത് ചെയ്യും? ആശ്രയിക്കും. അത് ഏതിൽ വരും? വാഴ്ചകളിൽ വരും. മനുഷ്യനാണ് ആശ്രയം. ദൈവത്തിന് സ്തോത്രം. പക്ഷെ ഇവിടെ പറയുന്നു മാംസഭുജമേ ഉള്ളു. അടുത്ത വരി, നമ്മോട് കൂടെയോ നമ്മെ സഹായിപ്പാനും. ഒന്നുകൂടെ ആ വാക്യം വായിച്ചേ. ഇപ്പൊ വായിച്ച വരി. അവനോട് കൂടെ മാംസഭുജമേ ഉള്ളൂ. അവരോട് കൂടെ എന്തേ ഉള്ളൂ? മാംസഭുജമേ ഉള്ളൂ. അവരാശ്രയിക്കുന്ന മാംസത്തിലാണ്, ഈ ലോകത്തിലാണ്, ലോകത്തിൻ്റെ ബലത്തിലും ശക്തിയിലും കഴിവിലുമാണ്, ലോകത്തിലുള്ളതിലാണ്. എന്നാൽ നമ്മോട് കൂടെയോ നമ്മെ സഹായിപ്പാനും. കർത്താവിൽ ആശ്രയിക്കുന്ന പൈതൽ നിന്നെ സഹായിക്കാൻ വീട്ടുകാരും നാട്ടുകാരും ആരും സഹായിച്ചില്ലെങ്കിലും, ആരും സഹായമിൽ എല്ലാവരും പാരും കണ്ടും കാണാതെയും പോകുന്നവർ, എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിലുല്ലാസമേ. എന്നാ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിലുല്ലാസമേ. എൻ്റെ ദൈവം എന്നെ ഓർത്തിയിടുന്നു. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനി എന്നെ ഓർത്തിയിടുന്നു. അപ്പനും അമ്മയും വീടും ധനങ്ങളും വസ്തുസുഖങ്ങളും കർത്താവത്രേ. അപ്പനും അമ്മയും വസ്തുസുഖങ്ങളും കർത്താവത്രേ. പൈതൽ പ്രായം മുതൽക്കിന്നേ വരെ എന്നെ പോറ്റി. കൃപ ആരൊക്കെ പറയും? പൈതൽ പ്രായം മുതൽ എൻ്റെ അപ്പൻ മതി. ആര് പറയും? പുലർത്തിയ ദൈവം മതി. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. ഹല്ലേലൂയ. അടുത്ത പരി വായിച്ചേ. 2 ദിനവൃത്താന്തം 32-ന്റെ 9-ാം വാക്യം. അവനോട് കൂടെ മാംസഭുജമേ ഉള്ളൂ, നമ്മോട് കൂടെയോ നമ്മെ സഹായിപ്പാനും. നമ്മളോട് കൂടെ ഉള്ളത് സഹായിപ്പാനും നമ്മുടെ യുദ്ധങ്ങളെ നടത്തുവാനും നമ്മുടെ ദൈവമായ യഹോവ ഉണ്ട് എന്ന് പറഞ്ഞു. കണ്ടോ? നമ്മുടെ കൂടെ ആരുണ്ട്? അടുത്ത വരി. ജനം യഹൂദ രാജാവായ. മതി. അപ്പോ അവർ പറഞ്ഞു ഞങ്ങളുടെ യുദ്ധങ്ങൾ നടത്താൻ ദൈവമുണ്ട്. ഒരിക്കൽ ഉൽപ്പത്തി പുസ്തകം നമുക്ക് എല്ലാവർക്കും അറിയാം. സ്വർഗത്തിലെ ദൈവം യാക്കോബിനെ പറഞ്ഞയക്കേണ്ട സമയത്ത് ഒരു വടിയോടുകൂടെ എന്ത് ചെയ്തു? പറഞ്ഞങ്ങ് അയച്ചു. പിന്നെ അല്പം എണ്ണയും കൂടെ ഉണ്ടായിരിക്കും. അവിടെ ചെന്നപ്പോൾ കല്ലിൽ എണ്ണ പൂശിയല്ലോ, എണ്ണയും കൂടെ അല്പം ഉണ്ടായിരിക്കും. വേറെ ഒന്നുമില്ല. പോകുന്ന വഴിക്കും അവന് വേണ്ടി ഇറങ്ങി ദർശനം കൊടുത്ത, സ്വപ്നം കൊടുത്ത, ഗോവേണി കാണിച്ചു കൊടുത്ത ഒരു ആരുമില്ല. പക്ഷേ അവിടെ ആരുണ്ട്? ആരുമില്ലെന്ന് പറയണ്ട. അവിടെ ആരുണ്ട്? അപ്പനിൽ ആശ്രയിക്കുന്ന പൈതലിന് ആരുണ്ട്? വാഗ്ദത്തമുള്ള ആളിൻ്റെ കൂടെ ആരുണ്ട്? കർത്താവിൻ്റെ പിള്ളയുടെ കൂടെ ആരുണ്ട്? എന്നെ വിളിച്ച ദൈവമുണ്ട്. നിന്റെ കൂടെ ആരുണ്ട്? പറ. ദൈവമുണ്ട്. ദൈവത്തിന് എല്ലാം ചെയ്യാൻ കഴിയും. പറഞ്ഞേ.
ഞാനും നിങ്ങൾ ആശ്രയിക്കുന്ന ദൈവം ശക്തിയില്ലാത്ത ആളാണോ? പ്രശ്നം വരുമ്പോൾ മാറിപ്പോകുന്ന ആളാണോ? കഴിവില്ലാത്ത ആളാണോ? മരിക്കുന്ന ആളാണോ? അല്ല. ഇതുപോലെ യോഗ്യതയുള്ള ആരുമില്ല, ഇതുപോലെ സമ്പന്നൻ ആരുമില്ല, ഇതുപോലെ ഉന്നതൻ ആരുമില്ല, ഇതുപോലെ പേരെടുത്ത് പറയാൻ പറ്റുന്ന ഒരു ദൈവമില്ല. ഇതാണ് നമ്മൾ ആരാധിക്കുന്ന ദൈവം. യാക്കോബ് വാഗ്ദത്തമുള്ള പിള്ളയായതിനാൽ വഴിയിൽ വെച്ച് ദൈവം അങ്ങോട്ട് ഇറങ്ങി. സ്വർഗം മുതൽ ഭൂമി വരെ, ഭൂമി എന്ന് പറഞ്ഞാൽ അവൻ കിടക്കുന്ന സ്ഥലം വരെ. എവിടെ മുതൽ? ഇതിനകത്ത് ചില മക്കളോട് പറയണം, മക്കളെ ഒന്നുമില്ലായിരിക്കും നിനക്ക്, പക്ഷെ ഞാൻ ഉറപ്പായിട്ട് പറയുന്നു, കർത്താവിൻ്റെ വചനം വിളിച്ച് പറയുന്നു, ഞാൻ വിളിച്ചു പറയുന്നു, ഈ ലോകത്തിലുള്ള ആരുമില്ലെങ്കിലും സ്വർഗത്തിലെ ഡോറ് നിനക്കായി നേരെ തുറന്നു കിടക്കയാ. മറ്റുള്ള എല്ലാ ഡോറും ഒരുപക്ഷെ അടങ്ങിയോടൊപ്പുണ്ടായിരിക്കാം, പേടിക്കണ്ട. സ്വർഗത്തിലെ ഡോറും ആ ഗോവേണിയും ദൂതന്മാരും അതിൻ്റെ മുകളിൽ നിൽക്കുന്ന ദൈവവും മാറില്ല, മാറില്ല. മാറിപ്പോകുന്ന ദൈവമല്ല, മാറ്റിവിടുന്ന ദൈവമല്ല, വേദന വരുമ്പോൾ തള്ളിക്കളയുന്ന ദൈവവുമല്ല. അവൻ ചാടി, സ്വപ്നം കണ്ട് ചാടി എഴുന്നേറ്റു. ദൈവം സംസാരിച്ചു, അതിൻ്റെ മുകളിൽ നിന്ന് ദൈവം ആലോചന കൊടുത്തു പറഞ്ഞയച്ചു. ആലോചന കൊടുത്ത് എന്ത് ചെയ്തു? പറഞ്ഞയച്ചു. പോയി അവിടെ കുറച്ചൊക്കെ പൊട്ടേണ്ടി പൊടിയേണ്ടിയൊക്കെ വന്നു. പക്ഷേ തിരിച്ചെടുക്കാൻ സമയമായപ്പോൾ ദൈവം പറഞ്ഞു ഇറങ്ങിക്കോ എന്ന് പറഞ്ഞു. ദൈവം പറഞ്ഞു എന്ത് ചെയ്യാൻ പറഞ്ഞു? ഇറങ്ങാൻ പറഞ്ഞു. ലാവാൻ പോലും അറിഞ്ഞില്ല. ലാവാൻ്റെ വാക്ക് കേട്ടല്ല ഇറങ്ങിയത്. പിന്നെ നിന്നെ ദൈവമാണ് ഇറക്കിയതെങ്കിൽ പേടിക്കരുത്, നീ എത്തിക്കേണ്ടടുത്ത് നീ എത്തിച്ചിരിക്കും. ആശ്രയം ദൈവത്തിലാണെങ്കിൽ, ശരണം ദൈവമാണെങ്കിൽ, നോക്കുന്ന കണ്ണ് ദൈവത്തിങ്കിലേക്കാണെങ്കിൽ നീ ലജ്ജിക്കയില്ല. തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവം നിന്റെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞില്ലേ, തിരിച്ചു പോകാൻ പറഞ്ഞു. ലാവാൻ പുറകെ വന്നുല്ലേ. പല പരിപാടികൾ ലാവാൻ്റെ ഹൃദയത്തിനകത്ത് വന്നു. പക്ഷെ ദൈവം പറഞ്ഞു നോ, സ്വത്രം, ഒന്നും ചെയ്യാൻ പേടിക്കണ്ട, ആര് കൂടെ ഉണ്ട്. ഇങ്ങ് വന്നു. പക്ഷെ വരുമ്പോഴും ഒരു യാബോക്ക് ഒരുക്കി വെച്ചിരുന്നു, ഒരു പ്രാർത്ഥനയുടെ കളം. നിന്നെ പുറത്ത് കൊണ്ടുവരുമ്പോൾ ദൈവം അയച്ചു, തിരിച്ച് ദൈവം പുറത്ത് കൊണ്ടുവന്നു. എന്തിനെന്നറിയാമോ? ആ യാബോക്കിനകത്ത് ദൈവവും നീയും മാത്രം കിടന്ന് ഒരു മൽപ്പിടുത്തത്തിന് ഇതാരോട് ആലോചന പറയുകയാ? ഇതാരോട് ആലോചന പറയുകയാണ്? നിന്നെ അവിടെ നിന്ന് പുറത്തെടുത്തുവല്ലേ ദൈവം, നിന്നെ അവിടെ നിന്ന് രക്ഷിച്ചുവല്ലേ. നിന്റെ കണ്ണിന്റെ മുമ്പിൽ ലോകം നോക്കുമ്പോൾ, ദേശം നോക്കുമ്പോൾ, നിന്റെ മുമ്പിൽ നോക്കുമ്പോൾ നീ ഒരുപക്ഷെ ഭാരപ്പെടുന്നതായിരിക്കാം. പക്ഷെ പേടിക്കരുത്, പേടിക്കരുത്, പേടിക്കരുത്. ഉൽപ്പത്തി 28 നിനക്ക് ആലോചന തന്ന ദൈവം നിന്നെ പുറത്തു കൊണ്ടുവന്നുല്ലേ, ലാവാനെ അനക്കാതാക്കിയല്ലേ. ലാവാനോട് പറഞ്ഞു, സ്വത്രം, നീ എൻ്റെ പിള്ളക്ക് ദോഷം ചെയ്യരുത്, യാക്കോബിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും ചെയ്യാതിരിപ്പാ. ഉൽപ്പത്തി 31:29. സ്വത്രം, എൻ്റെ പക്കൽ ശക്തിയുണ്ട് ദോഷം ചെയ്യുവാൻ, എൻ്റെ പക്കൽ ശക്തിയുണ്ട്, എങ്കിലും നീ യാക്കോബിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും ചെയ്യാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക എന്ന് നിങ്ങളുടെ പിതാവിൻ്റെ ദൈവം കഴിഞ്ഞ രാത്രി എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. എൻ്റെ പിള്ളയാകുന്ന യാക്കോബിനെ തൊട്ടു പോരുതെന്ന്. ആമേൻ. ചിലടത്ത് ആലോചന പോയിട്ടുണ്ട് പൈതലേ. നിന്നെ പുറത്ത് കൊണ്ടുവരുമ്പോൾ വേറെ ഒന്നിനുമല്ല നിന്നെ കൊണ്ടുവരുന്നത്. ഉൽപ്പത്തി 32 22 മുതൽ 32 വരെയുള്ള വചനങ്ങൾ നിന്നിലൂടെ നടക്കാൻ ദൈവം നിന്നെ പുറത്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇനി ദൂത് കത്തുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുകയാണ്. നീ പ്രതികൂലത്തിലൂടെ ഒറ്റപ്പെട്ട ആളാക്കി നിന്നെ പുറത്തു കൊണ്ടുവന്നു. ഇല്ല,
നിന്നെ കൊണ്ടുവന്നത് ദൈവം നീയും തമ്മിൽ ഒരുമിച്ച് സംസാരിക്കുന്ന, കെട്ടിപ്പിടിക്കുന്ന, ചേർന്ന് കിടക്കുന്ന, ആ സാന്നിധ്യത്തിൽ നിറയുന്ന, ആലോചന കൈമാറുന്ന, ദൈവത്തെ കാണുന്ന, ഇടപെടുന്ന ദൈവം നിന്നോട് പറയും, എന്നെ വീട് ഞാൻ ആമേ. ഇതിനകത്ത് ഈ ദൂത്, ഈ ആലോചന, ഈ വചനം അകത്തിറങ്ങി കത്തുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ചില മേഖലകളുടെ നടുവിൽ നീ ഒറ്റയ്ക്കായോ? നീ നിന്നെ പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ടോ? പേടിക്കരുത്. ഒരു യാബോക്ക് കൊണ്ടുവരാനാ, ഒരു യാബോക്ക് കൊണ്ടുവരാനാ, ഒരു യാബോക്ക് യാബോക്കിൽ നിനക്കുള്ളതെല്ലാം അക്കരെ എത്തിച്ചിട്ട് ആ യാബോക്കിൽ കൊണ്ടുവന്ന് നിന്നെ നിർത്തും ദൈവം. എന്തിനെന്നറിയാമോ? അവിടെ ഒരു യുദ്ധമുണ്ട്, പ്രാർത്ഥനയുടെ യുദ്ധം. ആമേൻ, ആമേൻ, ആമേൻ. ആ യുദ്ധത്തിൽ എൻ്റെ പ്രാണപ്രിയൻ്റെ ശബ്ദം നീ കേൾക്കും. ആ യുദ്ധത്തിൽ ആ പ്രാണപ്രിയനെ നീ കാണും. ആ യുദ്ധത്തിൽ നിന്റെ ഭയം പൊട്ടും. ആ യുദ്ധത്തിൽ നിന്റെ പേര് മാറും. ആ യുദ്ധത്തിൽ നിന്റെ സ്ഥിതി മാറും. ഓഹോ, ആ യുദ്ധം. ആമേൻ, ആമേൻ, ആമേൻ. എത്രവർക്ക് ഇത് വെളിപ്പെടുന്നത് എനിക്ക് അറിഞ്ഞൂടാ. എത്രവർക്ക് ഈ വചനം മനസ്സിലാവുന്ന എനിക്ക് അറിഞ്ഞൂടാ. ശാലിനി സിസ്റ്റർ ഉൽപ്പത്തി പുസ്തകം കൊണ്ടുവന്നതല്ല. പക്ഷേ ഇന്നിത് ആർക്കൊക്കെയോ ആരോടൊക്കെ വ്യക്തമായി സ്പഷ്ടമായി ഇടപെടുകയാണ്. ഈ പ്രശ്നം നിന്നെ പുറത്തെടുത്തത്, നിന്നെ ഒറ്റയ്ക്കാക്കിയത്, നിന്നെ ഉടക്കാൻ, നിന്നെ തകർത്ത് തരിപ്പണമാക്കി നാമാവശേഷമാക്കാനല്ല, പിന്നെയോ നീ പ്രാർത്ഥിക്കുന്ന ഒരാളാക്കി. ആമേൻ, 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 ആമേൻ. അവിടെ വേറെ ആരുമില്ല, അവിടെ വേറെ ആരുമില്ല. നിന്റെ ദുഃഖം കാണാൻ വേറെ ആരുമില്ല, നിന്നെ താങ്ങാൻ ആരുമില്ല, നിന്നെ കൈപിടിക്കാൻ ആരുമില്ല. ഞാൻ പറയാ, എല്ലാ ആശ്രയവും അറ്റ നിനക്ക് ആശ്രയമായി ഒരുവൻ ഇറങ്ങി വരുന്ന സ്ഥലം യാബോക്ക്. ആമേൻ, 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 ആമേൻ. നീ പരാജയപ്പെട്ട ആളല്ല. നീ പേടിക്കല്ലേ, നീ പേടിക്കല്ലേ. നീ ചിന്തിക്കും, എൻ്റെ കുഞ്ഞിന് ഞാൻ എന്ത് ചെയ്യും, എൻ്റെ കുടുംബത്തിൽ എന്ത് ചെയ്യും, ഇനി ഞാൻ മുന്നോട്ട് എങ്ങനെ പോകും. നിന്നെ ഒറ്റപ്പെടുത്തിയവർ ചിന്തിക്കുന്നത് കാണട്ടെ എന്നാണ്. കാണാനൊന്നുമില്ല. കാണാനൊന്നുമില്ല. നിന്റെ ആശ്രയ ദൈവമാണോ? കാണാൻ ഒന്നുമില്ല. നീ നിരാശയുടെയും പട്ടിണിയുടെയും തകർച്ചയുടെയും ഒറ്റപ്പെടലിന്റെയും തിരിച്ചുള്ളയുടെയും ഞരക്കത്തിന്റെയും നിരാശയുടെയും ചിന്തിക്കാത്തതും വിചാരിക്കാത്തതും അറിയാത്തതും സ്വത്രം കാണാത്തതുമായ സകലത്തിന്റെ നടുവിൽ നീ ഒറ്റപ്പെടൽ അനുഭവിക്കുമ്പോഴും പൈതലേ, സ്വർഗം നിനക്കായി തുറന്നു കിടക്കുന്നു. ഒരു കൂട്ടം പേർ പിന്നോട്ട് മാറിയിരുന്ന് ഒരു വല വിരിച്ചിട്ട് പറയും, കാണാം, 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 ഇത് തകരും, ഇത് തീരും, ഇത് ഇല്ല, ഇല്ല. നീ ആശ്രയിച്ചിരിക്കുന്നത്, നീ പിടിച്ചിരിക്കുന്നത്, നീ അണഞ്ഞിരിക്കുന്നത്, നീ ചാരിയത് സർവശക്തനെ ആകയാൽ. സ്വത്രം, സ്വത്രം. അവിടെ എഴുതി വച്ചിരിക്കുന്നു, എന്നെ വിട്, നീ ദൈവത്തോടും മനുഷ്യനോടും മല്ല് പിടിച്ച് ജയിച്ചത് കൊണ്ട്. ആരോടൊക്കെ, ആരോടൊക്കെ, ആരോടൊക്കെ? ഒന്ന്, ദൈവത്തോട്. രണ്ട്, അപ്പൊ ഒരു മൽപ്പിടുത്തം ആരോടും ഉണ്ട്, ആരോടും ഉണ്ട്. മനുഷ്യനോടും ഒരു പിടുത്തമുണ്ട്. മനുഷ്യനോടുമുള്ള ഒരു പിടുത്തത്തിന് വേണ്ടി എവിടെ എത്തുന്നു? ഒരു ജയത്തിന് വേണ്ടി എവിടെ എത്തുന്നു? നിന്നെ ഒറ്റയ്ക്കാക്കുമ്പോൾ, അയ്യോ തീർന്നെന്നല്ല നീ എഴുതേണ്ടത്. നീ സന്തോഷത്തോടെ പറയണം, തുടങ്ങി, എൻ്റെ അപ്പൻ തുടങ്ങി. നിങ്ങൾക്ക് എത്ര പേർക്ക് ആഴം വെളിപ്പെടുന്നത് എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ അപ്പൻ തുടങ്ങി, എൻ്റെ അപ്പൻ തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ അപ്പനായിട്ട് ഇറങ്ങി വന്ന്, അപ്പൻ എനിക്കായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഒരു യാബോക്ക് ഒരുങ്ങിക്കിടക്കുന്നു. എൻ്റെ പ്രാണപ്രിയൻ്റെ മുഖം കാണാറായി, എൻ്റെ അപ്പനോട് ചേർന്ന് നടക്കാറായി, ചിലതെല്ലാം വെളിപ്പെടുത്താറായി. തീർന്നെന്ന് പറഞ്ഞെടുത്ത്
സ്വത്രം. ചതി എന്നുള്ള പേരിനെ എല്ലാവരും പറഞ്ഞെന്താ തീർന്നല്ലേ? ഇവിടെ വന്നപ്പോൾ എന്ത് പറ്റി? ഇസ്രായേലാക്കി തീർന്നല്ലേ പറഞ്ഞേ? ഇതിനകത്തുള്ള ചില മക്കളോട് വ്യക്തവും സ്പഷ്ടമായി നീ കുറിച്ച് വെച്ചോ. മക്കളെ, നിന്നെ മൽപ്പിടുത്തത്തിന് കണ്ടിരിക്കുന്നു. പ്രാർത്ഥനയ്ക്കകത്ത്, ആ സാന്നിധ്യത്തിനകത്ത്, ആ കൃപയ്ക്കകത്ത്, ആ പാദപീഠത്തിനകത്ത് മുട്ടുമടക്കി വീട് കടന്ന് നീ പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. നീ എൻ്റെ അപ്പൻ്റെ സാന്നിധ്യത്തിനകത്ത് കിടന്ന് ചില വിടുതലുകൾ അനുഭവിക്കാൻ പോവുകയാണ്. ഈ തീ നിന്നെ ദഹിപ്പിക്കാനല്ല, ഇത് മുഖ്യ കൊല്ലാനല്ല, ഇതിനകത്ത് നീ ജയാളിയായി പുറത്തു വരും. യാക്കോബ് പേര് മാറി. 29-ാം വാക്യം വായിക്കുമ്പോൾ യാക്കോബനോട് നിന്റെ പേർ എനിക്ക് പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു. നീ എൻ്റെ പേർ ചോദിക്കുന്നത് എന്ത് എന്നവൻ പറഞ്ഞു. അവിടെ വെച്ച് അവനെ അനുഗ്രഹിച്ചു. ഞാൻ ദൈവത്തെ മുഖാമുഖമായി കണ്ടിട്ടും എനിക്ക് ജീവഹാനി വന്നില്ല എന്ന് യാക്കോബ് പറഞ്ഞു. ജീവഹാനി വന്നില്ല. പിന്നെ എന്ത് കണ്ടു? അപ്പനെ കണ്ടു. മനുഷ്യൻ തീർന്നെന്ന് പറഞ്ഞിട്ട് ദൈവം സ്റ്റാർട്ട് ചെയ്ത ഇടം, ലോകത്തിന് അടച്ചു വയ്ക്കാൻ പറ്റാത്ത നിലവാരത്തിൽ. ഇന്ന് ഞാൻ പറയാം, കർത്താവിൽ ആശ്രയിച്ച് വന്നിരിക്കുന്ന പൈതലേ, സങ്കീർത്തനം 22:4 വായിക്കുമ്പോൾ, സങ്കീർത്തനം 22:4 സങ്കീർത്തനം 22:5 വായിക്കുമ്പോൾ വായിച്ചേ. സങ്കീർത്തന പുസ്തകം 22-ാം അധ്യായം 4-ാം വാക്യവും സങ്കീർത്തന പുസ്തകം 22-ാം അധ്യായം 5-ാം വാക്യം വായിച്ചേ. ഞങ്ങളുടെ പിതാക്കന്മാർ നിങ്ങൾ ആശ്രയിച്ചു, അവർ ആശ്രയിക്കുകയും നീ അവരെ വിടുവിക്കുകയും ചെയ്യും. കണ്ടോ? ആശ്രയിച്ചു, ദൈവം വിടുവിച്ചു. ഞങ്ങളും ആശ്രയിച്ചു, ദൈവം വിടുവിച്ചു. ഞങ്ങളുടെ പിതാക്കന്മാരും ആശ്രയിച്ചു, ദൈവം വിടുവിച്ചു. വീണ്ടും സങ്കീർത്തനം 28:7 വായിക്കുമ്പോൾ അതിനകത്ത് 28:7 27:3 വായിക്കുമ്പോൾ, സങ്കീർത്തനം 27:3 28:7 വായിച്ചിട്ട് വായിച്ചേ. യഹോവ എന്റെ ബലവും, യഹോവ എന്റെ ബലവും എന്റെ പരിചയമാകുന്നു, എന്റെ പരിചയമാകുന്നു. എന്റെ ഹൃദയം അവങ്കൽ ആശ്രയിച്ചു. ആശ്രയിച്ചു? ബലവും പരിചയമാകുന്ന. എത്ര ഉറപ്പുണ്ട്? എൻ്റെ നിങ്ങളുടെ ആശ്രയം എവിടെ? ഈ ലോകത്തിലുള്ള വല്ലതിലും ആണോ? എവിടെ? പറ, ചങ്കൂറ്റത്തോടെ പറ, എനിക്കെന്റെ ദൈവം ഉണ്ടെന്ന് പറ. ഹല്ലേലൂയ. ആശ്രയം എൻ്റെ ദൈവം എന്ന് പറ, ശരണം എൻ്റെ ദൈവം എന്ന് പറ, എനിക്ക് മറ്റൊന്നുമല്ല ആഗ്രഹം എന്ന് പറ. എനിക്ക് ഈ ലോകത്തിലുള്ളതോ ഇനി വേറെ വല്ലതും ഒന്നുമല്ല എനിക്ക് ആഗ്രഹം. ആലയത്തെക്കാൾ വലിയവനാണ് എനിക്ക് ആഗ്രഹം. പറ, ആലയത്തെക്കാൾ വലിയ യേശുവിനെയാണ് ആവശ്യമെന്ന് പറ. സ്വർഗത്തെക്കാൾ ഉന്നതനായ യേശുവിനെ ആവശ്യമെന്ന് പറ. സ്വർണ്ണത്തെരുവേദിയേക്കാൾ ഉന്നതനായ എൻ്റെ അപ്പനാണ് എനിക്ക്. കൃപാവരങ്ങളെക്കാൾ ഉന്നതനായ യേശുവിനാണ് എനിക്ക് ആവശ്യമെന്ന് പറ. പ്രവചനത്തെക്കാൾ, വ്യാഖ്യാനത്തെക്കാൾ, രോഗശാന്തിയേക്കാൾ, അതേ വീര്യപ്രവർത്തിയേക്കാൾ, അത്ഭുതത്തെക്കാൾ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവത്തെയാണ്. ശുശ്രൂഷയേക്കാൾ വലിയവൻ. നിങ്ങൾക്ക് ശുശ്രൂഷയാണോ വേണ്ടേ? അതേ യേശുവിനെയാണോ വേണ്ടേ? ജീസസ്. ഏത് വേണം? ഈ ലോകത്തിലുള്ള പേരും പ്രശസ്തിയും സോട്ടും കൂട്ടും ലോകമഹിമയും, ലോകത്തിൽ മനുഷ്യൻ പറയുന്നതിനൊത്തവണ്ണം താളത്തിന് തുള്ളി സ്വന്തം ജഡപ്രകാരം പണിയുന്ന സ്വത്രം ലോകപരമായിട്ടുള്ളത് വേണമോ, അതോ ക്രിസ്തുവിന് വേണോ? ഏത് തിരഞ്ഞെടുക്കും? ഏത് വേണം? ഇത് വേണമെങ്കിൽ ആശ്രയം ആരിലായിരിക്കണം? 28:7 ഒന്നുകൂടെ വായിച്ചേ. യഹോവ എന്റെ ബലവും, യഹോവ എന്റെ ബലവും എന്റെ പരിചയമാകുന്നു. അടുത്ത് എന്റെ ഹൃദയം അവങ്കൽ ആശ്രയിച്ചു. എന്റെ ഹൃദയം എങ്ങനെ? നമ്മുടെ ഹൃദയം എവിടെ ആശ്രയിക്കുന്നു? ദൈവത്തിൽ ആശ്രയമുണ്ടോ? ഹൃദയത്തിനകത്താണ് ആശ്രയം. പുറത്ത് ആശ്രയിക്കുമ്പോണ്ടല്ലോ, അനേകരിന്ന് ആശ്രയിക്കുന്ന ഈ ലോകത്തിലുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടിയല്ലേ മക്കളെ? ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. സ്വത്രം അത് കഴിയുമ്പോൾ യേശുവിന് വേണ്ട. പ്രശ്നം വരുമ്പോൾ അങ്ങനെയുള്ളവർ വീണു പോകും. എന്നാൽ വീഴാത്ത കാര്യം എന്താ? അവൻ യേശുവിനല്ലാതെ മറ്റൊന്നും, യേശുവിനല്ലാതെ ജീസസ്. വീഴാത്ത കാര്യം എന്താ? പ്രശ്നം വന്നില്ലേ? നമ്മളായിരുന്നെങ്കിൽ എത്ര സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് ഓടുമായിരുന്നെന്ന് അറിയാമോ?
ആ സ്പെഷ്യലിസ്റ്റ് കൊള്ളാം, ഈ സ്പെഷ്യലിസ്റ്റ് കൊള്ളാം, അപ്പുറത്തെ സ്പെഷ്യലിസ്റ്റ് കൊള്ളാം, കുറച്ചും കൂടെ എനിക്ക് പറഞ്ഞു തരും, കുറച്ചും കൂടെ എനിക്ക് അവരാരായിപ്പം ദൈവമായി. പക്ഷേ ഈ മനുഷ്യൻ ആശ്രയിച്ച സ്പെഷ്യലിസ്റ്റ് ഒറിജിനൽ അയാൾക്കറിയാം. ഞാൻ തെക്കോട്ടോ വടക്കോട്ടോ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ ഭ്രാന്തനെ പോലെ ഓടിയിട്ട് ഒരു പ്രയോജനമില്ല. ഞാൻ എൻ്റെ അപ്പനിലാണ് ആശ്രയിക്കുന്നതെങ്കിൽ അവൻ എന്നെ വിടുവിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ജീവിച്ചാലും മരിച്ചാലും ജീവിക്കട്ടെ. ഞാൻ അപ്പനായിട്ട് മരണമാണോ എനിക്ക് യേശുവിനെ കിട്ടും, അത് മതി. റൂഡാരാധര സാക്കമാന റൂഡിമാന റീബാലാധര ഷാക്കൽക്കനാധര വേറെ ഒന്നും കിട്ടിയില്ല, വേണ്ട. ഷിയാരക അലഗന്ധന ജുഡത്തൽക്കനാഥ രക്ഷാരകൽക്കന. ഓ ജീസസ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഒരു യഥാർത്ഥ ഭക്തൻ ആശ്രയിക്കുന്നത് ലോകത്തിൽ ഒന്നുമല്ല, യേശുവിനെയാണ്. അങ്ങേ അല്ലാതെ, യേശുവിനെ അല്ലാതെ, എൻ്റെ അപ്പനല്ലാതെ എനിക്കൊന്നും വേണ്ടപ്പാ. യേശുവിനെ അല്ലാതെ. പുതിയ നിയമം പഴയ നിയമം ധ്യാനിച്ചു നോക്ക്. എല്ലായിടത്തും യേശുവിനെ ആശ്രയിച്ച മക്കൾ യേശുവിൻ്റെ കയ്യിൽ നിന്ന് വീഴുന്ന ഒന്നല്ല ആഗ്രഹിച്ചത്, അവർ ഉടയവനെ ആഗ്രഹിച്ചു. ആമേൻ. ഇന്ന് ഞാൻ ചോദിക്കട്ടെ, ഉടയവനാകുന്ന ദൈവത്തെ വേണമോ? അതേ, തമ്പുരാൻ്റെ കയ്യിൽ നിന്ന് വീഴുന്ന ചില നുറുക്ക് വേണോ? ഓടുന്നതെല്ലാം നുറുക്കിനാ, ഉടയവനെ വേണ്ട. സ്വത്രം. ഞാൻ ചോദിക്കട്ടെ, സ്വത്രം. യേശു ഇപ്പം നിന്നെ ഒരു പ്രശ്നത്തിലൂടെ കൊണ്ടുപോകുന്നതാണെങ്കിൽ ഞാൻ പറയാം, നീ എത്തേണ്ട അടുത്ത് ദൈവം എത്തിച്ചിരിക്കും. താണിരുന്ന് കൊടുത്താൽ മതി, മൗനമായിരുന്നു കൊടുത്താൽ മതി, മൗനമായിരുന്നു പ്രാർത്ഥിക്കാം. സ്വത്രം. സങ്കീർത്തനം 37:3 വായിക്കുമ്പോൾ, സങ്കീർത്തന പുസ്തകം 37:3 വായിച്ചേ. യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്ത് പാർത്ത് വിശ്വസ്ത ആചരിക്കുക. കണ്ടോ, യഹോവയിൽ ആശ്രയിക്കണം. കിടന്ന് ഓടിയിട്ടൊന്നും. വീണ്ടും യെശയ്യാവ് 42:17 വായിക്കുമ്പോൾ, യെശയ്യാവ് 30:12 വായിച്ചേ, 12:13. യെശയ്യാവിൻ്റെ പുസ്തകം 30:12-13 വാക്യം വായിച്ചിട്ട് യെശയ്യാവ് 42:17 വായിച്ചേ. ആകയാൽ ഇസ്രായേലിന്റെ പരിശുദ്ധൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഇസ്രായേലിന്റെ പരിശുദ്ധൻ ആര്? ഞാൻ ആശ്രയിക്കുന്ന ദൈവം ആര്? പരിശുദ്ധൻ. ഇസ്രായേലിന്റെ പരിശുദ്ധൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ഈ വചനത്തെ നിരസിച്ച് കളയുകയും. കണ്ടോ, നിരസിച്ച് കളയുന്ന ജനം. അടുത്ത പീഡനത്തിലും വക്രതയിലും ആശ്രയിച്ച്. എങ്ങോട്ട് ആശ്രയം പോയി? സത്യവചനം കേട്ട് ആരാധിച്ച് ദൈവകൃപയിൽ ജ്വലിച്ചു പോകുന്ന മക്കളുണ്ടല്ലോ, ഞാൻ പറയാം, സെക്കൻഡ് ബൈ സെക്കൻഡ് ആയവരും ആത്മാവിൽ വളർന്നുകൊണ്ടിരിക്കും. അവരെ കണ്ട ഒരു സാക്ഷ്യം കാണും. അവർക്ക് ദൈവം ഏൽപ്പിച്ചതെല്ലാം എങ്ങനെ ചെയ്യും? വിശ്വസ്തയോടെ അതറിയാൻ പറ്റും. പക്ഷെ ഇന്ന് അനേകരെ ദൈവം മുമ്പാകെ എന്തില്ല, എങ്ങനെ എന്തൊക്കെ ദൈവം കാണാൻ നമുക്ക് മുങ്ങാൻ പറ്റുമോ? ഒളിച്ചിരിക്കാൻ പറ്റുമോ? ഇത്രയും വലിയ ദൈവത്തെ വായിച്ചേ, ഒന്നുകൂടെ വായിച്ചേ. ആകയാൽ ഇസ്രായേലിന്റെ പരിശുദ്ധൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ഈ വചനത്തെ നിരസിച്ച് കളയുകയും. നിങ്ങൾ ഈ വചനത്തെ, യഥാർത്ഥ വചനത്തെ, ആഴത്തിൽ കുഴിച്ച് വീട് പണിയുന്ന വചനത്തെ, ക്രിസ്തുവിനെ പ്രാപിക്കുന്ന വചനത്തെ നിരസിച്ചിട്ട് പീഡനത്തിലും വക്രതയിലും ആശ്രയിച്ച് ചാരി നിൽക്കുകയും ചെയ്യുന്നത് കൊണ്ട്. ഇത് രണ്ടിലും ചാരി നിൽക്കുന്ന യേശുവല്ല. ആശ്രയിച്ച് ചാരി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഈ അകൃത്യം നിങ്ങൾക്ക് ഉയർന്ന ചുവരിൽ ഉന്തി നിൽക്കുന്നതും പെട്ടെന്ന് ഒരു മാത്ര കൊണ്ട് വീഴുന്നതും ആയ ഒരു പൊട്ടൽ പോലെ ആയിരിക്കും. എഴുതി വെച്ചോളൂ. ഇതൊക്കെ നമ്മൾ ആശ്രയം കർത്താവല്ലാതെ മറ്റൊരിടത്തോട്ട് ആശ്രയിച്ചാൽ പൊട്ടും തകരും. വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു. സ്വത്രം. വീണു പോകരുത്. യെശയ്യാവ് 42:17 വായിക്കുമ്പോൾ വായിച്ചേ. വിഗ്രഹങ്ങൾ ആശ്രയിച്ച് ബിംബങ്ങളോട് നിങ്ങൾ ഞങ്ങളുടെ ദേവന്മാരെന്ന് പറയുന്നവർ. നോക്കിക്കേ, സത്യദൈവത്തിൽ ആശ്രയിക്കുന്ന മക്കൾ ഓരോ സെക്കൻഡ് പ്രശ്നം ഇല്ലെന്നല്ല, ഉണ്ട്.
പ്രതിസന്ധി ഇല്ലെന്നല്ല, ഉണ്ട്. പക്ഷെ അവയുടെ നടുവിലും തീയിൽ കൂടി നടന്നാൽ ഞാൻ വെന്തു പോകുമോ? പെരുവെള്ളങ്ങൾക്ക് എന്നെ മുക്കാൻ കഴിയുമോ? ദുഃഖത്തിൽ ആശ്വാസമാ, രോഗത്തിൽ എൻ സൗഖ്യമാ. ഹല്ലേലൂയ. എവിടെ കൂടെ പോയാലും ഒന്നിനും മുക്കാൻ ദൈവത്തിൽ ആശ്രയിക്കുന്ന മക്കൾക്ക് കഴിയത്തില്ല. ആശ്രയം മറ്റ് പലതിലേക്കും പോകുമ്പോൾ നീ തകർന്നു വീഴുമെന്ന് വ്യക്തമായിട്ട് പറയുകയാണ്. വക്രതയിൽ ആശ്രയിക്കുന്നവർ, മറ്റു പലതിലും ആശ്രയിക്കുന്നവർ. ഇപ്പം വായിച്ചത് ഒന്നുകൂടെ വായിച്ചേ. യെശയ്യാവ് 30:12-13 അവിടുത്തെ ആശ്രയം ദൈവമല്ല. കണ്ടോ, തകർന്നത് കണ്ടോ? വീണ്ടും യെശയ്യാവ് 42:17 വിഗ്രഹങ്ങൾ ആശ്രയിച്ച്, ആശ്രയം എവിടെയാണ്? വിഗ്രഹങ്ങളിൽ ആശ്രയിച്ച് ബിംബങ്ങളോട് നിങ്ങൾ ഞങ്ങളുടെ ദേവന്മാരെന്ന് പറയുന്നവർ പിന്തിരിഞ്ഞ് ഏറ്റവും ലജ്ജിച്ചു പോകും. കണ്ടോ, അതിന്റെ മുമ്പിൽ വീഴുന്ന ആശ്രയിക്കുന്ന വ്യക്തികൾ ലജ്ജിച്ചു പോകും. വീണ്ടും യെശയ്യാ 59:4 വായിക്കുമ്പോൾ, വായിച്ചേ. യെശയ്യാവിന്റെ പുസ്തകം 59-4 വാക്യം വായിച്ചേ. നീതികേട് ജപിക്കുന്നു, ഒരുത്തനും നീതിയോടെ വിവരിക്കുന്നില്ല, ഒരുത്തനും സത്യത്തോടെ പ്രതിപാദിക്കുന്നില്ല. അവർ വ്യാജത്തിൽ ആശ്രയിച്ച്. ആശ്രയം എവിടെ? ആദ്യം പറഞ്ഞ ആരിൽ ആശ്രയിച്ചു എന്നാ ഞാൻ കുറെ പ്രാവശ്യം പറഞ്ഞേ. നമ്മൾ ധ്യാനിച്ച വചനെല്ലാം ദൈവത്തിൽ ആശ്രയിച്ചു, വിടുതലും ഉണ്ടായി. പക്ഷെ താഴോട്ട് ഇപ്പോൾ വന്നപ്പോൾ വചനങ്ങളെല്ലാം ആരിൽ ആശ്രയിച്ചു? മറ്റ് പലതിലും, വക്രതയിൽ, വിഗ്രഹത്തിൽ, ലോകത്തോട്. ഇപ്പൊ വായിച്ച വാക്യം ഒന്നുകൂടെ വായിച്ചേ. ഇപ്പൊ പറഞ്ഞ വരി. അവർ വ്യാജത്തിൽ ആശ്രയിച്ചു. വ്യാജത്തിൽ, വ്യാജാത്മാവുണ്ട്. തെസ്സലോനിക്കർക്കിലെ ലേഖനം 1-2 വാക്യം അധ്യായം വായിച്ചു, 2 ലേഖനം വായിച്ചു നോക്കണം. വ്യാജത്തിൽ ആശ്രയിച്ചു, വ്യാജാത്മാവിൽ, വ്യാജാലോചനയിൽ, വ്യാജ വാക്കുകളിൽ ആശ്രയിക്കുകയും സംസാരിക്കുന്നു. നോക്കിക്കേ, ആശ്രയിച്ചു. എന്നിട്ട് എന്ത് സംസാരിച്ചു? ആശ്രയം ദൈവത്തിൽ അല്ല. ഇരമ്യ 17:5 വായിക്കുമ്പോൾ, വായിച്ചേ. ഇരമ്യാവിന്റെ പുസ്തകം 17-ാം അധ്യായം 5-ാം വാക്യം. ആശ്രയം ദൈവമാണെങ്കിൽ ഒരിടത്തും പേടിക്കേണ്ട കാര്യമില്ല. വായിച്ചേ. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മനുഷ്യരിൽ ആശ്രയിച്ച് ജഡത്തെ. നോക്കിയേ, ആരിൽ ആശ്രയിച്ചു? വിഗ്രഹത്തിൽ, വക്രതയ്ക്കകത്ത്, പിന്നെ മനുഷ്യനിൽ, വ്യാജത്തിൽ. കണ്ടോ, ഇപ്പൊ ഇവിടെ ഫോഷ്കിൽ, ഇവിടെ ഇതാ മനുഷ്യരിൽ. കണ്ടോ, ആശ്രയം കണ്ടോ? ദൈവത്തിലല്ല. അടുത്ത വാക്യം. ജഡത്തെ തന്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. ആശ്രയം പാറില്ല, മറ്റതില് ആശ്രയം. അവൻ ആരെന്ന്? വീണ്ടും ലൂക്കോസ് 15:15 വായിച്ചേ. ലൂക്കോസിന് സുവിശേഷം 15-ാം അധ്യായം 15-ാം വാക്യം. ലൂക്കോസ് 15:15 വാക്യം വായിച്ചേ. അവൻ ആ ദേശത്തിലെ പൗരന്മാരിൽ ഒരുത്തനെ ചെന്ന് ആശ്രയിച്ചു. കണ്ടോ, അപ്പന്റെ ഇളയ മകൻ ദൈവത്തിൽ ആശ്രയിക്കേണ്ടവൻ ആദ്യം ആരിൽ ചെന്ന് ആശ്രയിച്ച് വിട്ടുപോയ ശേഷം പൗരന്മാരിൽ ആശ്രയിച്ചു. അവിടെ ചെന്ന് ആശ്രയിച്ച് വല്ലതും കിട്ടിയോ? പക്ഷെ കിട്ടിയത് ഇവിടെ വന്നപ്പോഴാ, യേശുവിൻ്റെ അടുത്ത് മടങ്ങി വന്നപ്പോൾ. നിനക്ക് എത്രയൊക്കെ മനസ്സിലായി? അപ്പോസ്തലപ്രവൃത്തി 14:3 വായിക്കുമ്പോൾ, വായിച്ചേ. 14:3, 1 തിമോഥെയോസ് 4:1, 2 വാക്യം വായിച്ചേ. അപ്പോസ്തലപ്രവൃത്തി 14:3, 1 തിമോഥെയോസ് 4:1. എന്നാൽ അവർ വളരെ കാലം അവിടെ പാർത്തു, കർത്താവിൽ ആശ്രയിച്ചു, പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു കൊണ്ടിരുന്നു. ആരിൽ ആശ്രയിച്ചു? കർത്താവിൽ ആശ്രയിച്ചു, പ്രാഗൽഭ്യത്തോടെ. നമ്മൾ മനുഷ്യരിൽ ആശ്രയിച്ചാൽ എപ്പം വീണെന്ന്. അടുത്ത വാക്യം വായിച്ചേ. എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും. എന്തിൽ വരും? വ്യാജാത്മാവ്, വ്യാജമുള്ള ആത്മാവ്. ഭാവി കാലത്ത് ഒന്നുകൂടെ. അവർ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ഭോഷ്കു പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കുമെന്ന് ആത്മാവ് തെളിവായി. ഭൂതങ്ങളുടെ, ഒന്നുകൂടെ വായിച്ചേ. ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച്. ആശ്രയം ആരില്? നമ്മൾ ആരിലെ ആശ്രയിക്കണം? എന്തിലാശ്രയിക്കണം? ഭൂതങ്ങൾ പറയുന്ന ഉപദേശം ആശ്രയിച്ച് സത്യവചനം വിട്ട് നെട്ടോട്ട വഴി പിടച്ച് പ്രശ്നം വരുമ്പോൾ ചാടി ഓടി പോകുന്നതാണോ ഒരു പൈതൽ? പിന്നെ പ്രശ്നം വരുമ്പോൾ
യാബോക്കിനകത്ത് കിടക്കാൻ. ഇയ്യോ ഓടിയതുപോലെ ഓടിയോ അപ്പോസ്തലൻ ഓടിയോ? ആരെങ്കിലും ചേർക്കാനുണ്ടായിരുന്നോ? പിന്നെ ആര് ചേർത്തു? ഒരുപാട് ഭക്തന്മാർ. ഇന്ന് അനേകർ എന്ത് ചെയ്യുന്നു? പ്രശ്നം വരുമ്പോൾ അവർ വീണുപോകും. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ അതിനകത്ത് ദൈവത്തിൻ്റെ ഇഷ്ടം ദൈവവും ആദമും ഹവ്വയും ഒരുമിച്ച് ആരാധിച്ച് ദൈവഭയത്തിൽ പോകണമെന്നാണ്. പക്ഷെ പിശാചിൻ്റെ ഇഷ്ടം വചനത്താൽ തന്നെ കുടുക്കണമെന്നാണ്. നമ്മളെ ചർച്ചിനകത്തും പലരെയും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലിരിക്കേണ്ട അനേകരെ പതുക്കെ വചനം കൊണ്ട് തന്നെ ഇവിടെ പാമ്പ് ചതിച്ചതുപോലെ കുടുക്കി യഥാർത്ഥ സത്യത്തിൽ നിന്ന് തെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. വെളിയിലാടുത്തും പോണ്ട. വായിച്ചേ 3:1 മുതൽ വായിച്ചേ. യഹോവ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. പാമ്പ് കൗശലമുള്ളതാണ്. അത് സ്ത്രീയോട്, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. വചനം കേട്ട് കൂട്ടായ്മ ആചരിച്ച് ദൈവം നമുക്ക് എല്ലാവരും അവയവങ്ങളാണ്. അതിലൂടെ പ്രവർത്തിക്കുന്ന എല്ലാം ഒരേ ആത്മാവ്. എല്ലാവരും പല പ്രവർത്തിക്കുന്ന ആരാ? ഈ അവയവം ചലിപ്പിക്കണമെന്ന് തീരുമാനിക്കേണ്ട ആരാ? പിടച്ചിട്ട് വല്ല കാര്യമുണ്ടോ? സ്വത്രം. പക്ഷെ ഇവിടെ നോയിക്കേ, അടുത്ത വരി. സ്ത്രീ പാമ്പിനോട്, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തൊടുകയും അരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. പാമ്പ് സ്ത്രീയോട്, നിങ്ങൾ മരിക്കയില്ല നിശ്ചയം. അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യുമെന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു. ആരെ പോലെ ആകാനാണ്? പിടിച്ചത്രയും പുളിങ്കൊമ്പിൽ തന്നെ. ആരുടെ ആലോചന? ശത്രു വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. ശത്രു എന്ത് ചെയ്യുന്നുണ്ട്? വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ വഞ്ചന നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ചറിയണം. അടുത്തവര് വായിച്ചേ. ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യോ എന്ന് സ്ത്രീ കണ്ടു. ചില വീടുകളിൽ ഭർത്താക്കന്മാരിലെ പിശാച് കടന്ന് മര്യാദയ്ക്ക് ദൈവത്തെ സത്യത്തിൽ ആത്മാവിൽ ആരാധിക്കുന്ന ആരാധനയ്ക്ക് നിൽക്കാൻ സമ്മതിക്കില്ല. ഭാര്യയെ കുത്തിയിളക്കി, മക്കളെ കുത്തിയിളക്കി ദൈവമില്ലാത്തവരാക്കും. ചിലപ്പോൾ ഈ പിശാച് ഭാര്യ കിടക്കും. പിന്നെ പോക്ക് തന്നെ അവൾ വിചാരിച്ചതും കൊണ്ടേ. പിന്നെ ചിലപ്പോൾ മക്കളിൽ കിടക്കും. മക്കൾ വിചാരിച്ചതും കൊണ്ടേ ചിലപ്പം ബന്ധുക്കളിൽ കയറും, ചിലപ്പം കൂട്ടുകാരിൽ കയറും, ചിലപ്പോൾ ആരിലൂടെയെങ്കിലും എവിടെയെങ്കിലും പോകുന്ന വഴിയാത്രയില്ലെങ്കിൽ ഒരു കല്യാണ വീട്ടിൽ പോകുമ്പോഴെങ്കിലും ആരിലൂടെയെങ്കിലും കയറും. അവൻ്റെ ഒറ്റ പദ്ധതി ദൈവവും നമ്മളും തമ്മിലുള്ള, വേറെ ഒന്നും അവന് വേണ്ട. അവൻ മോഷ്ടിക്കുന്നത് ഇതാണ്. ഇത് മോഷ്ടിച്ചെത്തിയെന്നല്ലോ. പിന്നെ പോഷ്കിൻ്റെ ആത്മാവിനെ കയറ്റാൻ എന്ത് എളുപ്പം. സ്വതന്ത്രം. പഴയ നിയമത്തിനകത്ത് ഇന്ന് പറയുന്നൊരു ഉപദേശം ഞാൻ പറഞ്ഞുതരാം. പഴയ തെറ്റിപ്പോകരുത്, നമ്മളെ സഭയ്ക്കകത്തുള്ള ആരും തെറ്റിപ്പോകരുത്. പഴയ നിയമത്തിനകത്ത് മധ്യസ്ഥനുണ്ടായിരുന്നു. മധ്യസ്ഥൻ ആരാ? പറ. മധ്യസ്ഥന്മാരുണ്ടായിരുന്നു പ്രാർത്ഥിക്കാൻ. മോശ ഒരുപാട് സ്ഥലങ്ങൾ എന്ത് ചെയ്തു? അബ്രഹാം പ്രാർത്ഥിച്ചു അല്ലേ? ഏത് പട്ടണം നശിക്കാതിരിക്കാൻ? സോദം ഗൊമോർ തകരാതിരിക്കാൻ. അപ്പാ 40 ഉണ്ടെങ്കിലോ, അപ്പാ 20 ഉണ്ടെങ്കിലോ, കണ്ടോ വീണ് കിടന്നു. മോശ പ്രാർത്ഥിച്ചു അല്ലേ പഴയ നിയമത്തിൽ. പക്ഷെ പുതിയ നിയമത്തിൽ തിമത്യോസിൻ്റെ ലേഖനത്തിൽ പറയുന്ന ഏക മധ്യസ്ഥൻ. ഇന്ന് ആളുകൾ പറയുന്നത് നിൻ്റെ വിഷയം മാറണമെങ്കിൽ ഞങ്ങളുടെ പള്ളിയിൽ വന്നാൽ ഞങ്ങൾക്ക് മധ്യസ്ഥ ചെയ്യുന്ന ആളുണ്ട്. അപ്പോൾ യേശുക്രിസ്തു ആരായി? ഈ മനുഷ്യൻ തിമത്യോസിൻ്റെ ലേഖനത്തിൽ വായിച്ച് അതുണ്ടോ ഇല്ലെന്ന് അറിയണമല്ലോ. 1 തിമത്യോസ് 2:5. 1 തിമത്യോസ് 2:5. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. മധ്യസ്ഥനാരാ? ദൈവം മാത്രമേ ഉള്ളൂ. ആര്? യേശു ക്രിസ്തുവാണ്. ആര്? മധ്യസ്ഥൻ. നമുക്ക് വിരൽ ചൂണ്ടി കാണിച്ചു തരും
അപ്പം ചിന്തിച്ചോളൂ, ഇവർ പറയുന്നത് എന്ത്, ഇവരാലോചിക്കുന്നത് എന്ത്. ഇവരാ ആലയത്തിനകത്ത് ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യാൻ ദൈവം ആക്കിയിരിക്കുന്ന ആളിനെ ആരായി കാണുന്നു? പറ നിങ്ങൾ പറ. യേശുവായിട്ട് ആണോ അല്ലേ? നിങ്ങൾ സമ്മതിരി, ഞാൻ വചനമാണ് പറയുന്നത്, സമ്മതിക്ക്. അപ്പം യഥാർത്ഥ ദൈവത്തെ ആണോ ഇവർ കാണുന്നത്? പിന്നെ നമ്മളെ ഭാവിയും ഭൂതവും വർത്തമാനം പറയുന്ന ഒരാൾ, അയാളിപ്പോൾ ആരാണ്? എൻ്റെ അല്ല, യേശു ക്ഷമിക്കണേ, അനേകരുടെ ആൾ ദൈവം. ഞാൻ ചോദിക്കട്ടെ, സ്വർഗത്തിൽ പോകും ഇങ്ങനെയൊക്കെ നോക്കിയാ? സ്വർഗത്തിലല്ല, യേശുവിൻ്റെ അടുത്ത് പോകുന്നു. യേശുവിനെ കിട്ടണമെന്നാണ് ഇരിക്കുന്നത്. കിട്ടുമോ? മധ്യസ്ഥനാരാ? ഒന്നുകൂടെ വായിച്ചേ. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലെ തന്നെ താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ. അപ്പൊ നിങ്ങളെ വീട്ടിനകത്ത് പ്രശ്നം വരുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് പ്രശ്നം വരും, ഇതിനകത്ത് ഇരിക്കുന്നതിൽ ഒരു 50% പേര് നല്ല തീച്ചൂളക്കകത്ത് ഇരിക്കുന്ന ഒരാളല്ല ഇതിനകത്തുള്ള. അത് നിങ്ങൾക്ക് ആർക്കും പരസ്പരം അറിഞ്ഞുകൂടെങ്കിലും എനിക്കറിയാം. അപ്പോൾ ചിലർ വിചാരിക്കും ഒരാളിനാണ്, അല്ല, വ്യത്യസ്തമായ വിഷയത്തോടാണ് ഇരിക്കുന്നത്, ഒരു വിഷയത്തിലല്ല. പക്ഷെ എല്ലാവരോടും ദൈവം പറയണം, മക്കളെ, നിങ്ങളെ വലയിട്ട് പിടിക്കാൻ പറ്റിയ സമയമാണ് ഈ സമയം. എന്തെങ്കിലും പറഞ്ഞ് വലയിട്ട് പിടിച്ചിരിക്കും. പിടിക്കാണ്ടിരിക്കണമെങ്കിൽ ഈ വചനം ആരുടെ അകത്തിറങ്ങണം? നമ്മളെ പണി ആഴത്തിലായിരിക്കണം. നമ്മളെ പണി എങ്ങനെ നടക്കണം? ആഴത്തിൽ. അല്ലെങ്കിൽ എന്ത് ചെയ്യും? വല്ലാണ്ടുള്ള വലയിൽ, സഭാപ്രസംഗി പറയും പോലെ വല്ലാത്ത വലയിൽ വീണു പോകും. സ്വത്രം. ദൈവത്തിന് മനുഷ്യന് നടുവിൽ മധ്യസ്ഥന് ഏക ദൈവം, അതാരാ? യേശു ക്രിസ്തു മാത്രം. അപ്പം നിങ്ങൾ ചോദിക്കും, പിന്നെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സഭയിലുള്ള ദൈവവേലക്കാരെ പ്രാർത്ഥിക്കും, ഉറപ്പാണ്. ഇനി തൊടുന്നതാരാ? ദൈവവേലക്കാർ പ്രാർത്ഥിച്ച പ്രാർത്ഥന കേൾക്കൂലേ? കേൾക്കും. പക്ഷെ തൊടുന്നതാരാ? ചിലപ്പോൾ ഒരിടത്തൂടെ കൊണ്ടുപോകാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്, അവിടെ കൂടെ കൊണ്ടുപോയിട്ട് തന്നെ തൊടും. നിങ്ങൾക്ക് എത്രക്കും മനസ്സിലായി? ഈ ലോകത്തിലുള്ള ഒരു മനുഷ്യനും ആരല്ല? ദൈവമല്ല. ഇനി ദൈവവേലക്കാർ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം, പ്രാർത്ഥിച്ചേ തീരൂ. ഇനി ദൈവമക്കളും ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. അപ്പം ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ദൈവവേലക്കാർ വീട്ടിൽ ഒന്ന് പ്രാർത്ഥിക്കും. പിന്നെ ഭവന ആരാധന വേണം, ഉറപ്പായിട്ട് വേണം. അതെവിടെ കിടക്കുന്നു? അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായത്തിനകത്ത് കിടക്കുന്നു. 1 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ പത്രോസിനെ കാരാഗൃഹത്തിനകത്ത് ഇട്ടിരിക്കുകയാണ്. സഭ ഒരുമിച്ചിരുന്ന് ശ്രദ്ധയോടെ അങ്ങോട്ട് പ്രാർത്ഥിച്ചു. സഭ പ്രാർത്ഥിച്ചപ്പോൾ സ്തോത്രം, അപ്പം തൊട്ട് മുമ്പ് ആര് മരിച്ചു? അപ്പോൾ സഭ പ്രാർത്ഥിച്ചില്ലേ? നിങ്ങൾ പറ. അപ്പോൾ യാക്കോബ് രക്ഷപ്പെട്ടില്ലല്ലോ. എന്താ രക്ഷപ്പെടാത്ത? നിങ്ങൾ പറ, ഉറക്കെ പറ. യാക്കോബും കൊല്ലപ്പെട്ടു അല്ലേ? അപ്പോൾ സഭ പ്രാർത്ഥിച്ചാണോ? ഇല്ലയാണ്? പ്രാർത്ഥിച്ചു. പക്ഷെ യാക്കോബിന് അതുവരെ അവിടെ പ്രാർത്ഥിച്ചില്ലേ? ബാക്കി നമുക്ക് അവിടെ ചെന്ന് ചോദിക്കാം, കർത്താവ് എന്തുകൊണ്ടാണ്? രണ്ടുപേർക്കും പ്രാർത്ഥിച്ചല്ലോ. അവിടെ ചെന്ന് ചോദിക്കാം. നമ്മൾ വചനം വായിച്ചിട്ട് ചിലതൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും. അപ്പോൾ അവിടെ ചെന്ന് അപ്പനോട്, അപ്പോഴും കർത്താവ് പറഞ്ഞു തരുമ്പം നമുക്ക് മനസ്സിലാവും. അല്ല വേറെ ഒന്നും ചുമ്മാ ആവശ്യമില്ലാത്ത വ്യാഖ്യാനിച്ച് നമ്മളിനി അതിന് വ്യാഖ്യാനിച്ച് അപ്പം മറ്റത് ചെയ്ത് കാണും, നീ എവിടെ കൂടെങ്കിലും പാപം ചെയ്ത് കാണും, അതുകൊണ്ടാണ്. അല്ല, ദൈവത്തോട് നമുക്ക് ചോദിക്കാം. അടുത്ത് പത്രോസിന് വേണ്ടി സഭ എന്ത് ചെയ്തു? പത്രോസ് എന്ത് ചെയ്തു? വെളിയിൽ അപ്പം സഭയായിട്ടുള്ള പ്രാർത്ഥനയുണ്ട്, കുടുംബമായിട്ടുള്ള പ്രാർത്ഥനയുണ്ട്, വ്യക്തിപരമായിട്ടുള്ള, നമുക്ക് എത്രയൊക്കെ മനസ്സിലാവുന്നുണ്ട്? പ്രാർത്ഥന, എല്ലാ രീതിയിലുള്ള പ്രാർത്ഥന നമുക്ക് ഉണ്ട്, വേണം. ഇനി ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയും ഇതിനകത്തുള്ള ആരും ദൈവമല്ല. ഇതിനകത്തുള്ള എല്ലാവരും മനുഷ്യരാണ്. ദൈവം ആരാ? ഏകൻ. നിങ്ങൾക്ക് എത്രയൊക്കെ വെളിപ്പെടുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ പാമ്പ് ഉപായത്താൽ ഹൗവയെ ചതിച്ചു. പാമ്പിൻ്റെ ഒറ്റ ലക്ഷ്യം ഇവളെയും ദൈവത്തിൽ നിന്ന് മാറ്റണം. പക്ഷേ ദൈവത്തിൽ നിന്ന് ഇവർ മാറിയാൽ ഇവർക്ക് സ്വത്രം വിയർപ്പ് ഒഴുക്കേണ്ടി വരുമെന്നും മരണം വരുമെന്നും ദുഃഖം വരുമെന്നും
അടുത്തതാ ഇന്ന ഇന്ന സംഭവങ്ങൾ വരാൻ പോകുന്നെന്ന് പിശാച് പറഞ്ഞോ? ഇല്ല. അത് പറഞ്ഞെങ്കിൽ അവർ പോവൂ? നിങ്ങളോട് തലയ്ക്ക് കഴിച്ച് ദൂത് പറയുമ്പോൾ നിങ്ങൾക്ക് അടുത്ത് വരാൻ പോകുന്ന പ്രശ്നമൊന്നും പറയില്ല. പിന്നെ എന്തെന്ന് പറയും? നീ അടുത്ത തട്ടി കയറാൻ പോകുന്നു, അടുത്തതിൻ്റെ 5ാമത്തെ തട്ടിൽ ഒറ്റ ചാട്ടത്തിൽ 10 സ്റ്റെപ്പ് നീ മണ്ടയിൽ ചെന്ന് നിന്ന്, പിന്നെ നീ പോകുമ്പോൾ ഇങ്ങനെ വയ്യാതെ എന്നാണ് പറയുന്നത്. അടിസ്ഥാനമില്ല. എവിടെ വചനമില്ല, ഇങ്ങനെ വയ്യാതെ എന്നാണ് പറയുന്നത്. എല്ലാവർക്കും ഈ അഭിഷേകം കിട്ടട്ടെ, ഞാൻ വിശ്വസിക്കുന്നു അഭിഷേകത്തിൽ. പക്ഷെ ഞാൻ പറയാം, അഭിഷേകത്തെക്കാൾ വലിയവനെ യേശു. ഹല്ലേലൂയ. കൊരിന്ത്യർക്ക് ലേഖനം 13 അധ്യായത്തിനകത്തുണ്ട്. സ്വർഗത്തിൽ ഞാൻ ചെല്ലുമ്പോൾ ഇവിടെ ഇരുന്ന് ഞാൻ പ്രാർത്ഥിക്കും, കർത്താവേ എനിക്ക് കൃപാവരങ്ങൾ വേണം, പാപത്തെ ജയിക്കണമെങ്കിൽ ശക്തി വേണം. പരിശുദ്ധന്മാരാണ് പാപത്തെ ജയിക്കുന്നത്. വരങ്ങളുണ്ട്, അതെല്ലാം നമുക്ക് വെച്ചിരിക്കുന്നതാണ്. നമ്മളിലൂടെ ആ വരം വരണം. ആ ദൈവനാമ മഹത്വത്തിന് വേണ്ടി, നമ്മുടെ ആത്മീക വർധനവിന് വേണ്ടി, നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടാൻ, കർത്താവിൻ്റെ മഹത്വത്തിനായിട്ട്, ക്രിസ്തു എന്ന തലയോളം വളരാൻ കൃപാവരങ്ങൾ, അഭിഷേകം എല്ലാം ആവശ്യമാണ്. പക്ഷേ അതിനേക്കാൾ വലുതാരാ? നമുക്ക് തരുന്ന ശുശ്രൂഷ നല്ലതാണ്, അനുഗ്രഹമാണ്. ശുശ്രൂഷ ചെയ്യും പോലെ വേറെ ഒന്നുമില്ല പദവി. പക്ഷെ ശുശ്രൂഷയേക്കാൾ വലിയവനാരാണ്? ഞാൻ എന്തിനാണ് ഇതൊക്കെ പറയുന്നറിയാമോ? നമ്മളിൽ അനേകർ മറ്റു പലതിനെയും വലുതായി കാണുന്നു. അതുകൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഇതാ ഇവരെ പുറത്താക്കി, ഇവരെ വരുന്ന കഷ്ടപ്പാടൊന്നും പറഞ്ഞു കൊടുത്തില്ല. പറഞ്ഞു കൊടുക്കാതെ ദൈവത്തെ പോലെ ആകുമെന്നങ്ങ് പറഞ്ഞു കൊടുത്തു. രണ്ടും കൂടെ പറിച്ചു തിന്ന് അന്നു മുതൽ ഒളിവില. ഇന്നും അനേകരെവിടെ കിടക്കയാ? കാരണം എന്നറിയാമോ? ഒളിവില. ദൈവം തമ്പുരാൻ കാണുമെന്നൊന്നും ചിന്ത വരില്ല. വേറെ ആരെങ്കിലും അറിയോ? വിശ്വസ്തൻ എന്നെ അപ്പോസ്തലൻ ഒരിക്കൽ പറഞ്ഞു, എന്നെ ദൈവം വിശ്വസ്തനെന്ന് കണ്ടിട്ട് ഈ വേലയ്ക്ക് ആക്കി. 1 കൊരിന്ത്യർ 1:9 വായിക്കുമ്പോൾ അതിൽ പറയുന്നു, നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തൻ. 1 കൊരിന്ത്യർ 1:9 പറയുന്നു, വിളിച്ച ദൈവം വിശ്വസ്തൻ. ടക്കനെ വായിച്ചേ, 1 കൊരിന്ത്യർ 1:9. വിശ്വസ്തൻ. തന്റെ പുത്രൻ നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. വിശ്വസ്തൻ. കണ്ടോ? വിശ്വസ്തനായ ദൈവമാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. ആ ദൈവത്തിലാണ് ആശ്രയിക്കുന്നതെങ്കിൽ, എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പേരിൽ ഈ പള്ളിക്കകത്ത് ഇത്രയും പേര് ഇരിപ്പുണ്ട്, ഞാൻ ഉൾപ്പെടെ. അപ്പോസ്തലപ്രവൃത്തി 13:22 വായിക്കുമ്പോൾ അതിനകത്ത് ഇപ്രകാരം എഴുതിയിരിക്കുന്നു. വായിച്ചേ, അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 13-ാം അധ്യായം 22-ാം വാക്യം. ഇന്ന് എന്നെയും നിങ്ങളെയും കാണുമ്പോൾ യേശു എങ്ങനെ കാണും? മനുഷ്യനിൽ ആശ്രയിക്കുന്നവരായിട്ട് കാണുമോ? ലോകത്തിൽ ആശ്രയിക്കുന്നവരെ കാണുമോ? വ്യാജ ആത്മാവിൽ ആശ്രയിക്കുന്നവരെ കാണുമോ? മനുഷ്യ ഭുജത്തിൽ ആശ്രയിക്കുന്നവരെ കാണുമോ? വിഗ്രഹത്തിൽ ആശ്രയിക്കുന്നവരെ കാണുമോ? വക്രതയിൽ ആശ്രയിക്കുന്നവരെ കാണുമോ? അതോ സർവശക്തനാകുന്ന ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ കാണുമോ? ദൈവം നോക്കുമ്പോൾ നമ്മളെ വിശ്വസ്തരായി കാണുമോ? വായിച്ചേ ആ വാക്യം. അവനെ നീക്കിയിട്ട് ദാവീദിനെ അവർക്ക് രാജാവായി വാഴിച്ചു. ഞാൻ ഇശ്ശായിയുടെ മകനായ ദാവീദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി. എന്നെ നിങ്ങളെ ബോധിച്ചവനായി ദൈവം നോക്കിയവനെ കാണുമോ? നമ്മളെ ബോധിച്ചവനായി കാണുമോ? അതോ ദൈവത്തിൽ ആശ്രയിക്കാത്ത, ലോകത്തിൽ പ്രശ്നവും പ്രതിസന്ധി വരുമ്പോൾ, പ്രതികൂലവും പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ സ്വത്രം മറ്റ് വ്യാജത്തിലേക്ക് ആശ്രയിപ്പിക്കുന്നവരാക്കി സ്വത്രം നമ്മൾ ആ ഒരു ആശ്രയത്തിലേക്ക് ആ വാക്കുകൾ കേൾക്കുമ്പോൾ വീട് പോകുമോ? അതോ ക്രിസ്തുവിൽ ആശ്രയിക്കുമോ? വായിച്ചേ, ഒന്നുകൂടെ വായിച്ചേ. അവനെ നീക്കിയിട്ട് ദാവീദിനെ അവർക്ക് രാജാവായി വാഴിച്ചു. 1 ശമൂവേൽ 13:2 വായിക്കുമ്പോഴും 13:14 വായിക്കുമ്പോഴും വായിച്ചേ. 1 ശമൂവേൽ 13:2 13:14 വായിക്കുമ്പോൾ വായിച്ചേ. ഇസ്രായേൽ 3000 പേരെ തിരഞ്ഞെടുത്തു. 2000 പേർ ശൗലിനോട് കൂടെ ഇസ്മായിലും മേദയിൽ മലയിലും 1000 പേർ യോനാഥാനോട്. 1 ശമൂവേൽ 13:2 1 ശമൂവേൽ 13:2 13:14 വായിച്ചേ. നിന്റെ യഹോവ എന്നോട് കൽപ്പിച്ചതിനെ നീ പ്രമാണിക്കായി കൊണ്ട് തനിക്ക് ബോധിച്ച ഒരു പുരുഷനെ. കൽപ്പിച്ചത് എന്ത് ചെയ്തില്ല? ദൈവത്തിൻ്റെ മുമ്പിൽ വിശ്വസ്തയോടെ വീണ് കിടന്നാൽ, ദൈവത്തിൻ്റെ മുമ്പിൽ വിശ്വസ്തയോടെയാണ് ശാലിനി ജീവിക്കുന്നതെങ്കിൽ ദൈവത്തിനറിയാം എൻ്റെ ഹൃദയത്തിനകത്തുള്ള ആഗ്രഹവും ലക്ഷ്യവും താല്പര്യവും ഞാൻ എവിടെയെങ്കിലും ആരെങ്കിലും ഒളിക്കുന്നുണ്ടോ, ദൈവം എന്നെ ഏൽപ്പിച്ചതിലൊക്കെ ഞാൻ വിശ്വസ്തയോടെ പോകുന്നുണ്ടെന്ന് കണ്ടാൽ തൈലക്കൊമ്പ് എവിടെ വെച്ച് എപ്പം ചരിയണോ, എന്നെ ഏതിലോട്ടൊക്കെ ആക്കണോ, ആരാക്കും? എന്നെ ദൈവം ആക്കുന്നതാണോ നല്ലത്, മനുഷ്യനാക്കുന്നതാണോ നല്ലത്? വായിച്ചേ.
യഹോവ നിന്നോട് കൽപ്പിച്ചതിനെ നീ പ്രമാണിക്കായ കൊണ്ട് തനിക്ക് ബോധിച്ച ഒരു പുരുഷനെ യഹോവ അന്വേഷിച്ചിട്ടുണ്ട്. ദാവീദ് ബോധിച്ചവനായി. ഞാൻ ചോദിക്കട്ടെ, ഒന്ന് ഹിതമൊക്കെയും ചെയ്യുന്നവനായി കണ്ടു, രണ്ട് ബോധിച്ചവനായി കണ്ടു. അപ്പം 1 തിമോഥെയോസ് 1:12 വായിച്ചേ. 1 തിമോഥെയോസ് 1:12. അപ്പോസ്തലൻ പറയുകയാണ്, എനിക്ക് ശക്തി നൽകിയ ക്രിസ്തു യേശു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തൻ എന്ന് എണ്ണി ശുശ്രൂഷയ്ക്ക് ആക്കിയത് കൊണ്ട്. നോക്കിയേ, എന്നെ നിങ്ങളെ ഓരോ ശുശ്രൂഷയ്ക്കാക്കുമ്പോൾ നമ്മളെ ആരെന്ന് കണ്ടിട്ടാണ് ആക്കുന്നത്? നമ്മൾ അവിശ്വസ്തത കാണിക്കുമ്പോൾ എൻ്റെ ദൈവത്തിന് സങ്കടം വരുമില്ലേ? സ്തോത്രം. 1 ശമൂവേൽ 22:14, ലൂക്കോസ് 16:10 വായിച്ചേ. 1 ശമൂവേൽ 22:14, ലൂക്കോസ് 19:17, ലൂക്കോസ് 16:10, 1 കൊരിന്ത്യർ 10:13 വായിച്ചേ. അഹീമേലെക്ക് രാജാവിനോട് തിരുമനസ്സിലെ സകല ഭൃത്യന്മാരിലും വെച്ച് ദാവീദിനോളം വിശ്വസ്തൻ ആരുള്ളൂ? കണ്ടോ, ഇപ്പൊ ദാവീദിന്റെ കാര്യം 3 കാര്യമായോ? വിശ്വസ്തൻ ആരുള്ളൂ? ആരോളം? ദാവീദിനോളം. ലൂക്കോസ് 16:10 വായിക്കുമ്പോൾ വായിച്ചേ. ലൂക്കോസ് 16:10, ലൂക്കോസ് 19:17, 1 കൊരിന്ത്യർ 10:13. അത്യല്പത്തിൽ വിശ്വസ്തനായ അധികത്തിൽ വിശ്വസ്തൻ, അത്യല്പത്തിൽ വിശ്വസ്തനായവൻ അധികത്തിൽ വിശ്വസ്തൻ. ഏറ്റവും ചെറുതിൽ നിന്ന് വരെയും എന്ത് കാണിക്കണം? അങ്ങനെ ആയാലേ അധികത്തിലെ സ്തോത്രം. വീണ്ടും വായിക്കുമ്പോൾ 19:17, ലൂക്കോസ് 19:17. നന്ന് നല്ല ദാസനെ, നീ അത്യല്പത്തിൽ വിശ്വസ്തൻ ആയതുകൊണ്ട് 10 പട്ടണത്തിന് അധികാരമുള്ളവൻ ആയിരിക്കുക എന്ന് കൽപ്പിച്ചു. എല്ലാത്തിലും വിശ്വസ്തയോടെ പോകുമ്പോൾ എന്നെ എന്ത് ഏൽപ്പിക്കണം ആർക്കറിയാം? അത് ദൈവം ഏൽപ്പിക്കും. പക്ഷേ അതുവരെ എങ്ങനെ പോകണം? വിശ്വസ്തയോടെ. സ്തോത്രം. 2 തെസ്സലോനിക്കർ 3:3 വായിക്കുമ്പോൾ, 1 കൊരിന്ത്യർ 10:13 വായിക്കുമ്പോൾ വായിച്ചേ. 2 വാക്യം കൂടെ വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരന്മാരെ, ഞങ്ങളോട് പ്രാപിച്ച പ്രമാണം വിട്ട് ക്രമം കെട്ട് നടക്കുന്ന ഏത് സഹോദരന്മാരോടും അകന്നു കൊള്ളണമെന്ന് നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്നു. എത്ര വാക്യം? 2 തെസ്സലോനിക്കർ 3:6. 3:3 പറഞ്ഞ 3:3. കർത്താവ് വിശ്വസ്തൻ. മതി. കർത്താവ് വിശ്വസ്തൻ. എബ്രായർ 3:2. മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നതുപോലെ. മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തൻ. എബ്രായർ 11:11. എബ്രായർ 11:11. സാറയും വാഗ്ദത്തം ചെയ്തവനെ, കണ്ടോ, സാറയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്ന് എണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. സ്തോത്രം. വിശ്വസ്തനെന്ന് എണ്ണി. ഇന്ന് ഞാൻ ചോദിക്കട്ടെ, എന്നെ നിങ്ങളെയും ദൈവം കാണുമ്പോൾ വിശ്വസ്തതയുണ്ടോ? ആശ്രയം എവിടെയാണ്? യേശുവിലാണോ ആശ്രയം, അതോ മറ്റു പലതിലുമാണോ? ദൈവത്തിലാണ് ആശ്രയമെങ്കിൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ദൈവം നമ്മുടെ കൂടെ ഇരിക്കും. ദൈവം ചെയ്യേണ്ടതെല്ലാം ചെയ്യും. ദൈവം അവിടെ എവിടെ നടത്തേണ്ടത് നടത്തും. നമ്മളെ ഏൽപ്പിക്കുന്ന ഏത് കാര്യത്തിലും വിശ്വസ്തതയാണ് പോകുന്നത്. ദൈവത്തിൻ്റെ ഹിതമെല്ലാം ചെയ്യുമെന്ന്, ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളെല്ലാം കർത്താവിൻ്റെ മനസ്സുള്ളവനെന്ന് കണ്ടു. ഇതിനകത്ത് ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ആരുടെ മനസ്സ്? ദൈവത്തിൻ്റെ മുമ്പിൽ വിശ്വസ്തനാണോ? ദൈവത്തിൻ്റെ മുമ്പിൽ ആരാണ്? സ്വതം. നമ്മൾ ആശ്രയം ആരിലാണ്? പ്രശ്നം വരുമ്പോൾ വീടുന്നുണ്ടോ?